ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ആൾക്കാരെല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ശാസ്ത്രം? അതിസങ്കീർണമായ ഗണിത സമവാക്യങ്ങളും നിർദ്ധാരണങ്ങളും മാത്രമാണോ അത്? കാൾ സാഗൻ പറഞ്ഞതുപോലെ സയൻസ് ഇസ് എ വേ ഓഫ് തിങ്കിങ് മച്ച് മോർ ദാൻ എ ബോഡി ഓഫ് നോളജ്. അതെ, ശാസ്ത്രം എന്നതൊരു ചിന്താരീതിയാണ്, ഒരു നാൾ ഉയർന്നു വന്നതല്ല. ഇതിനു മുന്നേ ഒട്ടനവധി പേർ ജീവൻ നൽകി രചിച്ച മഹാകാവ്യമാണത്. എന്നാൽ ആ മഹത്വം തിരിച്ചറിയാത്ത സ്വാർത്ഥ ചിന്താഗതിക്കാരാണ് കപടശാസ്ത്രങ്ങൾ പടച്ചുവിടുന്നതും ശാസ്ത്ര തത്വത്തെ വിൽപ്പന ചരക്കാക്കുന്നതും. അറിവ് നേടിയത് കൊണ്ട് മാത്രം ഈ സമൂഹം മുന്നേറുമായിരുന്നുവെങ്കിൽ 96.2% സാക്ഷരതാ നിരക്കുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന മാഗ്നറ്റിക് തെറാപ്പിയിലും ഡിസംബർ 13 കറക്കം നിൽക്കുന്ന ഭൂമിയിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്ന കപടശാസ്ത്രങ്ങളിലും വിശ്വാസം അർപ്പിക്കുമായിരുന്നില്ല. ഇവിടെയാണ് ശാസ്ത്രബോധം എന്തെന്ന് നാം തിരിച്ചറിയേണ്ടത്. ശാസ്ത്രബോധം എന്നത് മുൻകൂട്ടി നിശ്ചയിച്ച അഭിപ്രായങ്ങൾക്കും ദീർഘനാളായുള്ള സിദ്ധാന്തങ്ങൾക്കും എതിരാണെങ്കിൽ പോലും പുതിയ അറിവ്, പുതിയ വെളിച്ചം, പുതിയ പരീക്ഷണങ്ങൾ എന്നിവയെ സ്വാഗതം ചെയ്യാനും യുക്തിക്ക് നിരക്കാത്തവയെ ചോദ്യം ചെയ്യാനുമുള്ള കഴിവാണ്. ക്ലാസ് മുറികൾക്ക് ഉള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ പാഠപുസ്തകങ്ങൾ അരച്ചിളക്കി കുടിച്ചാൽ ഉണ്ടാകുന്ന ഒന്നല്ല സയന്റിഫിക് ടെമ്പർ. കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് മേൽ കൂച്ചു വിലങ്ങിടുന്ന ഒരു പഠന സമ്പ്രദായത്തിൽ നിന്ന് നാം പിന്തിരിഞ്ഞു നടന്നേ മതിയാവും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പോയട്രി ഓഫ് റിയാലിറ്റി, ശാസ്ത്രബോധം പൊതുബോധമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊളാരിസ് എന്ന 2-day വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്ര സത്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത് ഭരണഘടനയോടുള്ള കൂറുള്ള ഏതൊരു പൗരനിലും നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ് എന്ന തിരിച്ചറിവാണിത്. ഈ 2 ദിവസം 4 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ആദ്യത്തേത് തൃക്കാക്കര ഹിൽ വാലി കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ രശ്മി മിസ് നയിക്കുന്ന ബ്രേക്കിംഗ് ഔട്ട് ഓഫ് സ്പൂൺ ഫീഡിംഗ് ഹാബിറ്റ്സ്. ശേഷം 2 മണിക്ക് ക്രൈസ്റ്റ് നഗർ കോളേജ് മാരാനല്ലൂർ ഫിസിക്സ് വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസർ അലൻസ നയിക്കുന്ന ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. നാളെ 11 മണിക്ക് ന്യൂമാൻ കോളേജിലെ മുൻ ഫിസിക്സ് എച്ച്ഒഡിയും അയൂക്ക പൂനെയിലെ വിസിറ്റിംഗ് അസോസിയേറ്റുമായ ജോസാറിന്റെയും 4 മണിക്ക് IIST തിരുവനന്തപുരത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ രാജീവൻ സാറിന്റെ അങ്ങനെ 2 സെക്ഷൻ നാളെ കാണും. ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ പരിപൂർണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും പൊളാരിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സയൻസ് ടു ലീഡ് ദ വേ. ടോക്കിനായി രശ്മി മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നന്ദി. നമുക്കിന്ന് സ്പൂൺ ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സെഷനാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പ്രസന്റ് ചെയ്യാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ബ്രേക്കിംഗ് ഔട്ട് ഓഫ് സ്പൂൺ ഫീഡിംഗ് ഹാബിറ്റ്. സ്പൂൺ ഫീഡിംഗ് ഹാബിറ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു വാക്കിൽ തന്നെ തുടങ്ങാം. എന്തായിരിക്കും സ്പൂൺ ഫീഡിങ്? നമ്മളൊക്കെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും ഏത് പ്രായത്തിലാണ് സ്പൂൺ ഫീഡിങ് കഴിച്ചുകൊണ്ടിരുന്നത്? എപ്പോഴായിരുന്നു നമുക്ക് സ്പൂൺ ഫീഡിങ് കിട്ടിയത്? എപ്പോഴാണ്? ഏത് പ്രായത്തിലാണ്? വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴായിരിക്കും നമ്മൾ സ്പൂൺ ഫീഡിങ് നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലെ. മീൻസ് ഒരു 1, 2, 3 ഒക്കെ വയസ്സിലൊക്കെ ആയിരിക്കും നമുക്കൊരു സ്പൂണിൽ ഫുഡൊക്കെ തന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു നമ്മൾ ആലോചിച്ച് ഒരു 20, 25 ഒക്കെ വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സ്പൂൺ ഫീഡിങ് കൊടുക്കുമ്പം കണ്ടു നിൽക്കുന്ന നമ്മൾക്ക് എന്ത് തോന്നും? ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇല്ലേ? ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാണ്. മീൻസ് തന്നെത്താനെ ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ അവനവന്റെ കാര്യം ഒന്നും സ്വയം ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് മാത്രമേ നമ്മൾ ഇത്രയും പ്രായമായിട്ടും ഒരു പുറത്തുള്ള ഒരാൾ ഒരു സ്പൂണിൽ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കുള്ളൂ, അല്ലേ?
അപ്പൊ തന്നെത്താനെ അവനവന് വേണ്ടുന്ന കാര്യങ്ങൾ പോലും തന്നെത്താനെ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കുട്ടി ഒരു കാര്യവും സ്വയം ചെയ്യാൻ പാടില്ല, ഞാൻ കൊടുക്കുന്ന മാത്രമേ കുട്ടി കഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധമുള്ള ആ ഒരു പാരന്റ്സ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. എനിവേ, അപ്പോൾ ആ ഒരു തോട്ട് കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ബുദ്ധി വളരുന്നതിനനുസരിച്ച് അതിനാവശ്യമായ തരത്തിലുള്ള സപ്ലിമെന്റ്സ് കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഈ സ്പൂൺ ഫീഡിങ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ചെറിയ പ്രായത്തില് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പം എന്താണ്, ആ കുട്ടിക്ക് നമുക്ക് സ്പൂണിൽ കൊടുത്താലേ കുട്ടിക്ക് അത് കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ വലുതാവുമ്പോൾ എന്താണ്, ആ കുട്ടി വളരുന്നതിനനുസരിച്ച് സ്വയം ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ആ ഒരു ടീച്ചിങ് ഹാബിറ്റിന്റെ ഒരു പ്രോബ്ലങ്ങളെ പറ്റിയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇവിടെ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, ടീച്ചർ എന്ത് പറയുന്നോ അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് കുട്ടി. കുട്ടിയുടെ ബ്രെയിനിലേക്ക് ടീച്ചർ ഒരു കാര്യം പറയണു, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒരു തിങ്കിങ് അവിടെ നടക്കുന്നില്ല, മെമ്മറൈസിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ടീച്ചർ ഒരു കാര്യം പറയണു, കുട്ടി അത് അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാണ്. അപ്പൊ ആ ഒരു പാറ്റേൺ കേൾക്കുമ്പോ നല്ല രസമായി തോന്നും. മീൻസ് ടീച്ചർ പറയാന്നൊക്കെ കുട്ടി അതുപോലെ പഠിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നല്ല കാര്യമല്ലേന്ന് തോന്നും. പക്ഷെ അത് ഏറ്റവും തെറ്റായ മീൻസ് കുട്ടികളുടെ പ്രായത്തിനെ വെച്ച് നോക്കുമ്പോൾ അത് വളർന്നു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്കത് മനസ്സിലാവും. കുറച്ചുകൂടി നമുക്ക് നോക്കാം. സോ ഇവിടെ ഇപ്പം നോക്കിക്കോളൂ, റോട്ട് ലേണിംഗ് എന്നാണ് നമ്മൾ ഇതിന് പറയണത്. ഇതൊരു എന്താ പറയണേ, സ്പൂൺ ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെ റോട്ട് ലേണിംഗ് അവിടെ നടക്കുന്നത്. എങ്ങനെയാ അവിടെ നടക്കുന്ന റോട്ട് ലേണിംഗ്? അവിടെ ഒരു എക്സാം വരുന്നുണ്ട്, എക്സാം കഴിഞ്ഞ് എന്ത് പറ്റും, കുട്ടി പഠിച്ചതൊക്കെ മറന്നുപോയി. എക്സാമിന്റെ ആൻസർ പേപ്പർ കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം ചോദിച്ചാൽ എന്താ, കുട്ടിക്ക് അതൊന്നും ഓർമ്മയില്ല. പിന്നെയും കുട്ടി എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടി കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. അത് എക്സാമിന് എഴുതുന്നു, എക്സാം എഴുതി കഴിഞ്ഞുകൊണ്ട് പിന്നെയും മറന്നു പോകുന്നു. അതായത് തൽക്കാലം ആ ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു ഫയൽ ഇട്ട് വെക്കുന്നു, അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകും. ആ ഒരു സിസ്റ്റമാണ് ഈ റോട്ട് ലേണിംഗ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് ഇത് വിചാരിക്കുന്നത്. ഞാനൊരു എന്താ പറയുക, ഒരു ടോക്കായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്കായിട്ടല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളും നമുക്കൊരു ഡിസ്കഷൻ ആയിട്ട് പോവാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്ത് പറയുന്നു എല്ലാരും? നമുക്ക് അങ്ങനെ പോവാം. സോ ദെൻ അടുത്തത് കണ്ടോളൂ. ഇങ്ങനെ വരുമ്പം അവിടെ നടക്കുന്ന ഒരു പാറ്റേൺ, റോട്ട് ലേണിംഗ് അവിടെ നടക്കുന്ന ശരിക്കും എന്താണ്, മഗ്ഗപ്പ് അല്ലെ? നമ്മൾ പറയും മഗ്ഗപ്പ് ചെയ്യാം. ഇവിടെ മഗ് വെച്ചതിന്റെ കാര്യം അത് തന്നെയാ, ഒരു മഗ്ഗപ്പിംഗ് ആണ്. ആ വെറുതെ കുട്ടി അങ്ങ് ഒന്നും മനസ്സിലാവാണ്ട് വിഴുങ്ങാണ് കുട്ടി. ആ ഒരു മഗ്ഗപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഒരു ഇൻഫർമേഷൻസിന് യാതൊരുവിധ ഗ്രിപ്പ് ഉണ്ടാവില്ല അതിന്റെ ബ്രെയിനിൽ. ആ പഠിക്കുന്നത് ആ ഒരു എക്സാമിനേഷന് വേണ്ടി മാത്രം, ആ ഒരു മൊമെന്റിൽ മാത്രം. ഇപ്പൊ എക്സാമിനേഷന് ഇങ്ങനെ മാർക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പഠിക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഞാൻ ഇങ്ങനെ എന്താണ് അതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് ഒന്നും ആൻസർ പറയാനുണ്ടാവില്ല. അപ്പൊ എന്താണ്, ജസ്റ്റ് ഒരു ഗൈഡ് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുട്ടി നോട്ട്സ് നോക്കിയിട്ടോ ബൈ ഹാർട്ട് ചെയ്ത് കുട്ടി അത് ആൻസർ പേപ്പറിൽ ജസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ ഇപ്പം നോക്കുന്നത്. അപ്പൊ അവിടെ രണ്ട് തരത്തിലുള്ള ലേണിംഗ് ആണ് ശരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് എന്താണ്, മീനിങ് ഫുൾ ലേണിംഗ് ഉണ്ട്, രണ്ടാമത്തെ റോട്ട് ലേണിംഗ് ആണ്. മീനിങ് ഫുൾ ലേണിംഗ് എന്താണ്? ഈ മീനിങ് ഫുൾ ലേണിംഗ് എന്തായിരിക്കും? അവിടെ റിലേറ്റ് ഇൻഫർമേഷൻ ടു കോമൺ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ഒരു മീനിങ് ഫുൾ അർത്ഥമുള്ള ഒരു പഠനമാണ്. അതിന്റെ കാര്യങ്ങളെ അർത്ഥവത്തായ പഠനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് അവിടെ ഒന്നാമതായിട്ട് ഇവിടെ സംഭവിക്കുന്ന എപ്പോഴും ആ കുട്ടിയുടെ കോമൺ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോഴാണ്. ഇനി റോട്ട് ലേണിംഗ് അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ ഡെഫിനിഷൻസും ഫോർമുലാസും ഇൻഫർമേഷൻസ് ഒക്കെ ഡയറക്റ്റ്ലി അങ്ങ് സപ്ലൈ ചെയ്യാണ്. ഇന്ന ഡെഫിനിഷൻസ് കുട്ടി ബൈഹാർട്ട് ചെയ്യണം, ഇന്ന ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യണം. കുട്ടി അതിന്റെ ആ ഒരു ഇക്വേഷൻസുമായിട്ട് അതിന്റെ ഡെയിലി ലൈഫുമായിട്ട് അതിനൊരു എന്താണ് കണക്ഷൻസ് ആ കുട്ടി പഠിക്കുന്നില്ല. അങ്ങനെ when organize incorporations of new knowledge with the existing knowledge, അവിടെയാണ് നമ്മൾ മീനിങ് ഫുൾ ലേണിംഗിന്റെ ആ ഗ്രിപ്പിംഗ് വരുന്നത്. ആ മീനിങ് ഫുൾ ലേണിംഗ് അവിടെ നടക്കുന്നത് കുട്ടിയുടെ പ്രീവിയസ് ആയ നോളജ് എന്തുണ്ട് അത് ആദ്യം കാലിബ്രേറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ പുതിയ ഒരു ഇൻഫർമേഷൻസിനെ ആങ്കർ ചെയ്ത് വെക്കുന്നത്.
അപ്പൊ ഇവിടെ എന്ത് പറ്റും, റോഡ് ലേണിംഗിൽ പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്ത് പറ്റും, റാൻഡം പ്രസന്റേഷൻ ഓഫ് ന്യൂ നോളജ് ഇൻ ടു മെമ്മറിയിലേക്ക് ആ ഒരു ഇക്വേഷൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ കൺസെപ്റ്റിനെ ആണെങ്കിലും ജസ്റ്റ് അങ്ങ് പ്രസന്റ് ചെയ്യാണ്, അതിനെ ഒരു ആങ്കറിങ് അവിടെ നടക്കുന്നില്ല. പിന്നെ ഇനി അടുത്തത് ഡെലിബറേറ്റ് എഫേർട്ട് ടു ലിങ്ക് ന്യൂ നോളജ് വിത്ത് പ്രയർ നോളജ്. ഇവിടെ ഡെലിബറേറ്റ് ആയിട്ട് ടീച്ചർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ആരാണെങ്കിലും ഈ കുട്ടിയിൽ ഈ ഒരു ആങ്കറിങ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡെലിബറേറ്റ് ആയ ഒരു എഫേർട്ട് അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ആ മീനിങ് ഫുൾ ലേണിംഗ് പിന്നെ എന്താണ് നടക്കുന്നത്. അങ്ങനെയാ ആ ഒരു ആങ്കറിങ് ആ കുട്ടിയിലെ പ്രീവിയസ് നോളജുമായിട്ട് എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് പുതിയ ഇൻഫർമേഷൻസിനെ പ്രോപ്പർ ആയിട്ട് ലിങ്ക് ചെയ്യണം. ഇനി അടുത്തത് ഇവിടെ ഈ റോഡ് ലേണിംഗ് എന്താ പറ്റുന്നത്, അവിടെ ഇങ്ങനെ പ്രീവിയസ് കുട്ടി ഏത് ലെവലിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ പ്രീവിയസ് നോളജ് എന്തോരം ഉണ്ട് എന്ന് അവിടെ കാലിബ്രേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കാലിബ്രേറ്റ് ചെയ്ത ആ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് പുതിയ ഒരു ഇൻഫർമേഷൻസിന് അവിടെ ആങ്കറിങ് നടക്കുന്നില്ല. ജസ്റ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി മാത്രം കുറച്ച് ഇൻഫർമേഷൻസ് ഫയലിൽ ഇടുന്ന പോലെ സ്റ്റോർ ചെയ്ത് വെക്കും, എഴുതും, കുറച്ച് കഴിയുമ്പോൾ കുട്ടി അത് മറന്നുപോകും. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് അവിടെ ഒരു യഥാർത്ഥത്തില് എന്താ പറയണേ, ഒരു പഠിക്കുക എന്ന് പറയുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ഇവിടെ നമ്മുടെ ഫെയ്മാനാണ്. നമ്മളെല്ലാരെയും ഒരു നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലെ ഫെയ്മാൻ. അപ്പൊ ഫെയ്മാൻ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇഫ് യു നോട്ട് ഹാവിങ് ഫൺ യു ആർ നോട്ട് ലേണിംഗ്, ദർ ഇസ് എ പ്ലഷർ ഇൻ ഫൈൻഡിങ് തിങ്സ് ഔട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ഫൺ മീൻസ് ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു പ്ലഷർ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ ഇന്റലിജൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് നടക്കുന്നില്ല. നമ്മൾ ഒരു പുതിയൊരു കാര്യം പഠിക്കുമ്പം ഒരു പുതിയൊരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലെ. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ ബ്രെയിനിന്റെ ഇന്റലിജൻസിനാണ്, ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ് അവിടെ പ്ലേസ്ഡ് ആവുന്നത്. ആ ഒരു നമ്മുടെ ബ്രെയിനിന് ഹാപ്പി ആവുന്നില്ലെങ്കിൽ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ കപ്പാസിറ്റി സാറ്റിസ്ഫൈഡ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ലേണിംഗ് നടക്കുന്നില്ല എന്നർത്ഥം. അപ്പം ബൈഹാർട്ട് പഠിക്കുക, ഒരു ഡെഫിനിഷൻ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുകയാണ്, ഒരു ഇക്വേഷൻ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുകയാണ് വിത്തൗട്ട് നോയിങ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. എന്താ പറ്റുന്നത്, അവിടെ ഒരു പ്ലഷർ നമുക്ക് കിട്ടില്ല. നമ്മൾ സബ്ജക്ട് പഠിക്കുന്നുണ്ട്, ഒരു കണ്ടന്റ് പഠിക്കുന്നുണ്ട്, നമുക്കൊരു ഫീലിംഗ് ഹാപ്പി ആവില്ല. അങ്ങനെ പറ്റുന്നത്, അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഓരോ കണ്ടന്റ് പഠിക്കുമ്പോഴും അതിന്റെ ഓരോ മീനിങ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു എന്താണ്, വളരെ ഹാപ്പിയായ, വളരെ പ്ലഷർ ആയിട്ടുള്ള, ഒരുപാട് പ്ലഷർ നമുക്ക് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ലേണിംഗ് ഒരു എൻജോയിങ് ആയിട്ട് നമുക്ക് മാറും. അങ്ങനെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ലേണിംഗ് ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മള് കുട്ടികളെ സ്പൂൺ ഫീഡിങ് ആയിട്ടാണോ പഠിപ്പിക്കുന്നത് ആസ് എ ടീച്ചർ ആണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണോ കിട്ടിയത്, നമ്മുടെ തോട്ടിന് ലിബറേഷൻ കിട്ടുന്നുണ്ടോ, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് എൻവിറോൺമെന്റിൽ കിട്ടുന്നുണ്ടോ, ഇല്ല നിർബന്ധമായി നമ്മൾ ഇന്ന കുറെ ഡാറ്റാസ് നമ്മുടെ ബ്രെയിനിൽ ഫില്ല് ചെയ്യുന്ന തരത്തിലാണോ അല്ലെ ആണോ നമ്മുടെ ഒരു ലേണിംഗ് പാറ്റേൺ, ക്ലാസ് റൂം സ്ട്രാറ്റജി പോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. സോ ഇവിടെ ഇനിയിപ്പോ അടുത്തത് നമ്മളിവിടെ ആലോചിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിനെ മീൻസ് നമ്മുടെ ഒരു എന്താണ് ലേണിംഗ് എൻവിറോൺമെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇതാണ് സ്ഥിതി. എന്താണ് നമുക്ക് കണ്ട മനസ്സിലാവുണ്ടല്ലേ, പല പല എബിലിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഓരോ ആൾക്കാർക്കും ഓരോ ഇന്നേറ്റ് ആയ എബിലിറ്റി ഉണ്ട്. ആ ഇന്നേറ്റ് ആയ എബിലിറ്റിയെ നമ്മൾക്ക് ആ ഒരു യുണീക്നെസ്സിനെ മനസ്സിലാക്കാണ്ട് എല്ലാവർക്കും ഒരേ ഒരു ടെസ്റ്റ് ഇടുക എന്ന് വിചാരിക്കുക. അതാണ് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഫോർ ദ ഫെയർ സെലക്ഷന് എവരിബഡി ഹാസ് ടു ടേക്ക് ദ സെയിം എക്സാം അല്ലെ. ഈ ആനയോടും ഫിഷിനോടും ഒക്കെ ഒരു മരത്തിലോട്ട് കയറാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ ഒരു സഫോക്കേഷനാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റാന്നാണ് നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്, ക്ലിയർ ആവുന്നുണ്ട്. നോക്കുകയാണ് ദ ലേണർ പ്രൊഫൈൽ. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി എന്താണ്, ആ കുട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ
മനസ്സിലാക്കണം. ആസ് എ ടീച്ചർ ആണെങ്കിലും നമ്മളിപ്പം ഇപ്പം ഒരു PG ലെവലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ടീച്ചേഴ്സുമായിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എന്താണ് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ആദ്യം ഒരു ലേണേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് നമുക്കൊരു 4 ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ലേണേഴ്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ ആൾക്കാരുണ്ട് വിഷ്വൽ ലേണേഴ്സ് ആണ്. അവർക്ക് കണ്ടിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ, അവര് നോക്കി കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ. അപ്പം ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും ഒരു സംഭവം കണ്ടു, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടു, അല്ലെങ്കിൽ ഒരു ഡയഗ്രം കണ്ടു, അത് അവർ ആ കാഴ്ചയിൽ അത് മനസ്സിലാക്കും. വേറെ കുറെ ആൾക്കാർക്ക് എന്താണ്, കേട്ടിട്ട് ഓഡിറ്ററി മെമ്മറി ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾക്കാർ പറയുന്ന സെന്റൻസ് തന്നെ അത് റെക്കോർഡ് ആവുന്ന കുട്ടികളുണ്ട്. ഓഡിറ്ററി മെമ്മറി വളരെ കൂടുതലുള്ള ആൾക്കാരുണ്ട്. അവർ കേൾക്കും, ആ കേൾക്കുന്നത് തന്നെ എത്ര കാലം കഴിഞ്ഞാലും സെയിം സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറെ ആൾക്കാർ ടക്റ്റൈൽ ലേണേഴ്സ്, ടച്ച് ചെയ്ത് പഠിക്കുന്നത്. മീൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ടച്ചിങ് ദ വേർഡ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മള് എഴുതി പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഫിസിക്സ് ഒക്കെ വരുന്ന കുട്ടികൾ യൂഷ്വലി കൂടുതലായിട്ടും ഈ ടാക്ടൈൽ ലേണേഴ്സ് ആയിരിക്കും. അവർക്ക് എഴുതി പഠിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. നമ്മൾ 3 പ്രാവശ്യം വായിക്കുന്നതിലും നല്ലത്, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം നോക്കി വായിക്കുന്നതിലും കേൾക്കുന്നതിലും നമുക്ക് കൂടുതൽ എഫക്റ്റ് ആയിട്ട് തോന്നുന്നത് ഒരു 2 പ്രാവശ്യം ഡെറിവേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കുറച്ചുകൂടി. പിന്നെ കൈനസ്റ്റിക് ലേണേഴ്സ്, അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ചെയ്ത് പഠിക്കണം. പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് അവർക്ക് പഠിക്കാൻ പറ്റില്ല. ചില ആൾക്കാരെ കാണാം, അവർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പഠിക്കണം. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ 4 ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ലേണേഴ്സ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ ഈ 4 വെറൈറ്റി ഓഫ് ലേണേഴ്സിനെ നമുക്ക് ഒരേ പാറ്റേണിൽ പഠിപ്പിക്കാന്ന് പറയുന്നത് ശരിയുള്ള കാര്യമാണോ? മീൻസ് അല്ലെങ്കിൽ ഒരേ വെറൈറ്റി ഓഫ് പഠിപ്പിക്കാൻ തന്നെയാണെങ്കിലും ഇപ്പൊ ഓഡിറ്ററി മെമ്മറി കൂടുതലുള്ള ഒരു കുട്ടിയോട് നമ്മൾ വന്നിട്ട് ബോർഡിൽ വന്നിട്ട് ഒരു ഡയഗ്രം വരക്കെന്ന് പറഞ്ഞാൽ അത് ആ കുട്ടിക്ക് അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആവുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നന്നായിട്ട് ഇപ്പൊ ഒരു ടീച്ചർ സപ്പോസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി നല്ലൊരു ലേണർ ആണെങ്കിൽ ആ കുട്ടീനോട് ഒരു എക്സ്പെരിമെന്റ് നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് തന്നെ നോക്കി ഒന്ന് ബോർഡിലേക്ക് വരയ്ക്കുന്നതിന് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കൈനസ്റ്റിക് ലേണറിനെ വിളിച്ചിട്ടാണ് നമ്മൾ ആ ടാസ്ക് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അത് അത്രമാതിരി പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി ഓഡിറ്ററി മെമ്മറി ലേണർ ആണെങ്കിൽ അവരോട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു, ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഡിസ്കഷൻ അവിടെ നടത്തി. എന്ത് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചാൽ ഓഡിറ്ററി ലേണർ ആണെങ്കിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്ന് ആ കുട്ടിക്ക് പറയാൻ പറ്റും. അത് നമ്മൾ പോയിട്ട് വിഷ്വൽ ലേണറിനെ വിളിച്ച് ചോദിക്കരുത്. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നമ്മൾ ഒരു ടീച്ചർ എന്ന നിലയിൽ, മീൻസ് ടീച്ചർ തന്നെ ആവണമെന്നില്ല, നമ്മളൊരു ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ, ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ കപ്പാസിറ്റി ആദ്യം മെഷർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അവരോട് ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇനി അടുത്തൊരു കാര്യമുണ്ട്, അതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഓരോ കുട്ടിയും യുണീക്ക് ആണ് അല്ലെ. ഓരോ കുട്ടിയും യുണീക്ക് എന്ന് മാത്രമല്ല, അവർ 100% കംപ്ലീറ്റഡ് ആയ പേഴ്സൺ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാല് ഓരോ കുട്ടിയുടെ ഉള്ളിലും ഈ പറഞ്ഞ 9 ഇന്റലിജൻസ് ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടേഴ്സ് വാരി ചെയ്യും. ചിലപ്പോൾ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഈ കുട്ടിയിലുള്ള എല്ലാ ഇന്റലിജൻസ് ഫാക്ടറും എക്സ്റ്റേണലി റിഫ്ലക്റ്റ് ആവണമെന്നില്ല, നമുക്കത് അസസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കൊരു കാര്യം അസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അത് ആ ഒരു സംഭവം അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ആകാശത്ത് നോക്കി നമ്മൾ എല്ലാ സാധനവും നമ്മൾ കാണില്ല. നമുക്ക് വളരെ സംഭവങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോ ടെലിസ്കോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ അത് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അസസ് ചെയ്യാൻ പറ്റാത്ത പല ഫാക്ടേഴ്സും പല ഇന്റലിജൻസ് ട്രേറ്റ്സും ആ കുട്ടികളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി അതാരാണെങ്കിലും അവര് അടുത്തൊരു കുട്ടിയേക്കാൾ ഒന്നുകൊണ്ടും കൂടുതലോ കുറവോ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം മാത്സ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വിഷ്വൽ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പോയം
റൈറ്റപ്പ് ഒക്കെ എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പിന്നെ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ ഇന്റലിജൻസ്, അവരുടെ ഒരു റീസണിങ്സ് നല്ല നല്ല റീസണിങ് പവർ ഉള്ള കുട്ടികളുണ്ട്, അതൊരു ഇന്റലിജൻസ് ആണ്. ഇനി വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, നന്നായിട്ട് ഒരു ഔട്ടർ സ്പേസ് സർഫസിനെ, ഒരു ഔട്ടർ എൻവയോൺമെന്റിനെ മനസ്സിൽ കൊണ്ടു നിർത്തി അതിനെ അറേഞ്ച് ചെയ്ത് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ, ഇപ്പം പെയിന്റേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ആർക്കിടെക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വിഷ്വൽ ഇന്റലിജൻസ് വരും. പിന്നെ ഇനി മ്യൂസിക്കൽ ഓർ റിത്തമിക്, അല്ലെ ബിത്തോവനൊക്കെ പോലെയുള്ള അല്ലെ എല്ലാ മ്യൂസീഷ്യൻസിനും ആ ഒരു മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പൊ യേശുദാസിനോട് പോയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം കൊടുത്ത യേശുദാസിനോട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അയാൾ വളരെ ഇന്റലിജന്റ് ആയ ഒരു മനുഷ്യനാണ്. ഇതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഇന്റലിജൻസിന്റെ അത്രയും തന്നെ ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇന്റലിജൻസ് ട്രേറ്റും വേറൊന്നിനെക്കാട്ടും കൂടുതലോ കുറവോ അല്ല. കണക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ മാത്രമേ ഇന്റലിജന്റ് ആയ കുട്ടികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ. ഇനി അടുത്തത് ബോഡി കൈനസ്റ്റിക്സ് ആണ്. അവർക്ക് അവരുടെ ബോഡി പാർട്സ്, ഇപ്പൊ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തും, കയ്യെത്തുന്നിടത്ത് മനസ്സെത്തും എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ് ആ ഒരു തിരിച്ചാ പറഞ്ഞത് ഇപ്പം ഞാൻ. അപ്പൊ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവർക്ക് അവരുടെ ബോഡി പാർട്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്ലറ്റ്സ് ആണെങ്കിലും ഇപ്പൊ ഫിനിഷിംഗ് പോയിന്റ് അടുത്തേക്ക് അവർക്ക് സ്പീഡ് കൂട്ടണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ടേൺ ചെയ്യണം. ഇപ്പം പ്ലേയേഴ്സ് ഒക്കെ അങ്ങനെയാണ്. അപ്പം സ്പോർട്സിലൊക്കെ ഉള്ള ആൾക്കാർ, അപ്പൊ അത് വളരെ വലിയൊരു ഇന്റലിജന്റ് ആയ ആക്ടിവിറ്റിയാണ്, വളരെ ഇന്റലിജൻസ് വേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അടുത്ത നാച്ചുറലിസ്റ്റ് ആണ്. അവർക്ക് പ്രകൃതിയെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ വലിയൊരു കഴിവാണ്. പ്രകൃതിയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു ഇന്റലിജൻസ് ആണ്. പിന്നെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. എന്താ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്? ഞാൻ എന്താണ്, എന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എനിക്ക് ഏതൊക്കെ ലെവലിലാണ് എന്റെ എബിലിറ്റീസ് ഇരിക്കുന്നത്, ഏതൊക്കെ ഏരിയയിൽ ഞാൻ ഇനി കുറച്ചുകൂടെ എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. പിന്നെ വരുന്നത് ഇന്റർപേഴ്സണൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതർ. ഇപ്പൊ മാനേജ്മെന്റ് സ്ട്രാറ്റജീസിലൊക്കെ വർക്ക് ചെയ്യുന്ന, മാനേജ്മെന്റ് സെക്ഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വേണ്ട ഒരു ഇന്റലിജൻസ് ആണ് ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വേറൊരു ആൾക്കാരുടെ എബിലിറ്റീസിനെ, അവരുടെ തോട്ട് പ്രോസസ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ്. അവര് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഉള്ള ഇപ്പം നമുക്ക് എന്താ പറയണേ, ഔട്ട്സൈഡ് വേൾഡിൽ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടാവും. ശരിക്കും എന്താണ് ഇതിന്റെ പിന്നിലുള്ള റീസൺ, അതിന്റെ ഡെത്തും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിനപ്പുറം അല്ലെങ്കിൽ എന്താണ് റീഡിങ് ബിഹൈൻഡ് ദ ലൈൻസ് എന്ന് പറഞ്ഞ പോലെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ലൈഫിനെ കാണുന്നത്, ഇങ്ങനെയൊക്കെ പ്ലാനിങ്സ് വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്, ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഇന്റലിജൻസ് ഒരു കുട്ടിയിലുണ്ട്. അപ്പൊ എല്ലാവരിലും ഈ പറഞ്ഞ എല്ലാ ട്രേറ്റ്സും ഉണ്ട്. ഈ പറഞ്ഞ ഓരോ ട്രേറ്റ്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ വാരി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫാക്ടറും കൂടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിൽ നമ്മൾ കാണണം. അപ്പോൾ ഒരു സെർട്ടൻ ട്രേറ്റ്സ് മാത്രമേ നമുക്കിപ്പം മെഷർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വേറെ ഒരു കുട്ടിയെ നമ്മൾ അതിൽ കുറഞ്ഞു കാണാൻ പാടില്ല എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ക്ലാസ്സിൽ ഈ പറഞ്ഞ ഇപ്പൊ ചില കുട്ടികൾക്ക് എന്താണ് ലോജിക്കൽ ഇന്റലിജൻസ് കൂടുതൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു 3-4 കുട്ടികൾ ഉണ്ടാവും. ഇനി എന്താണ് വെർബൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ബോഡി കൈനസ്റ്റിക്സ് ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടികളുണ്ട്, അത് വേറെ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ കുട്ടികളിലുള്ള ഇന്റലിജൻസ് ട്രേറ്റ്സ് ഏതാണ് പ്രിഡോമിനന്റ് ചെയ്ത് നിൽക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം ആദ്യം. ഈ പറഞ്ഞ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരേപോലെ റോട്ട് ലേണിംഗ് കൊടുക്കുകയാണെങ്കിൽ, ഒരേപോലെ സ്പൂൺ ഫീഡിങ് കൊടുത്താൽ നടക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണർ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ഓരോ ക്ലാസ്സിൽ തന്നെ ഓരോ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇന്റലിജൻസ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരേ പാറ്റേൺ തന്നെ പഠിച്ചു കൊടുക്കുക, ഒരേ ഫുഡ് തന്നെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കും. അതാണ് ഈ സ്പൂൺ ഫീഡിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. സോ ഇനി അടുത്തത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ടീച്ചർ എന്ന് പറയുന്ന ആള് നമ്മൾ സ്പൂൺ ഫീഡിങ്ങിന് എന്നുള്ള കൺസെപ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനല്ലേ പോകുന്നത്. സോ അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരാൾക്ക് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് കണ്ടന്റ് നോളജ്. എന്താണ് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, കണ്ടന്റ് നോളജ് അറിയണം.
കണ്ടന്റ് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി സബ്ജക്ട് നോളജ് നന്നായിട്ട് വേണം. പിന്നെ പെഡഗോഗിക്കൽ നോളജ്, എങ്ങനെയൊക്കെയാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ സ്ട്രാറ്റജിയാണ് ഇവരിൽ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ സെനാരിയോസ് കൊടുത്താലാണ് ഇവർ കൂടുതൽ നന്നായി വരിക, അങ്ങനെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ടെക്നോളജിക്കൽ നോളജ് മീൻസ് നമ്മൾ 21st സെഞ്ചുറിയിൽ ഇനി അങ്ങോട്ട് ടെക്നോളജിക്കൽ നോളജ് ഇല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് മീൻസ് ഒരാൾക്കും കാര്യങ്ങൾ ഒരു പാറ്റേണും ഒരു കാര്യം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റില്ല ടെക്നോളജിക്കൽ നോളജ് ഇല്ലെങ്കിൽ. സോ നമ്മൾ ഒരു കണ്ടന്റ് നോളജ് മാത്രം മതി എന്ന് നമ്മൾ വിചാരിക്കുവാണെങ്കിൽ ബാക്കി രണ്ട് നോളജ് വേണ്ട, കണ്ടന്റ് എനിക്ക് അറിഞ്ഞാൽ മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ അവിടെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഒരു വീഡിയോ ഫയൽസ് കാണുമ്പോഴും ഒരു പിന്നെ എന്താണ് ഒരു PPT കിട്ടിയാലും കുട്ടികൾ കണ്ടന്റ് കിട്ടും. അവിടെ ഒരു സ്ട്രാറ്റജി പ്ലാനിങ് അവിടെ ആവശ്യമില്ല. കുട്ടികൾ കണ്ടന്റ് എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ ഇന്റർനെറ്റിൽ പോയ ഒരു മിനിറ്റ് വേണ്ട, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇൻഫർമേഷൻസ് കിട്ടും. ഏറ്റവും റെലവെന്റ് ആയി പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സിന്റെ ഡോക്യുമെന്റ്സ് വരെ നമുക്ക് കിട്ടും. അപ്പൊ കണ്ടന്റ് മാത്രം നമുക്ക് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഏതൊക്കെ തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, കുട്ടികളെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. മീൻസ് കുട്ടികൾ എന്ന് പറയുന്നത് വെറുതെ മുമ്പിലിരിക്കുന്ന നമ്മൾ പറയുന്ന കേൾക്കുന്ന ആൾക്കാരല്ല. അവര് ഓരോ ആൾക്കാരും യുണീക്കായ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ അവരിലുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റിയെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മള് നാളത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നവർക്ക് അവരുടെ ലൈഫിന് ഒരു വർത്ത് ഉണ്ടാവുള്ളൂ. സോ പിന്നെ അത് മാത്രമല്ല, ഈ രണ്ട് കാര്യത്തിനെയും പ്രോപ്പർ ആയിട്ട് ലിങ്ക് ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഒരു മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിനെയും നല്ല പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യത്തിനെയും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർ ആയിട്ട്. അപ്പം നമുക്ക് എന്താ ടെക്നോളജിക്കൽ കണ്ടന്റ് നോളജ് വേണം. ഈ ടെക്നോളജീനെ എങ്ങനെ കണ്ടന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് അറിയണം. കണ്ടന്റിനെ പെഡഗോഗി ആയിട്ട് എന്തെങ്കിലും പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് വേണം. പെഡഗോഗിയും കണ്ടന്റും എങ്ങനെ മിക്സ് ചെയ്യണം എന്ന് അറിയണം. ഇനി പെഡഗോഗിയും ടെക്നോളജിയും എങ്ങനെ മിക്സ് ചെയ്യണം, ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെ നന്നായിട്ട് കുട്ടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും, ഈ ഒരു കാര്യം കൂടെ ടീച്ചേഴ്സ് മീൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് നമ്മൾ ഏതൊരാളും, ഇനി അങ്ങോട്ട് ടീച്ചർ എന്ന് പറയുന്ന ഒരു ടേം ഇല്ല കേട്ടോ, ഇനി അങ്ങോട്ട് ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ ഉള്ളൂ. ഫെസിലിറ്റി എല്ലാം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. ഇൻസ്ട്രക്ടേഴ്സ് എന്നുള്ള ടേമിനപ്പുറം ഫെസിലിറ്റേറ്റേഴ്സ് എന്നാ പറയണേ. കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം, അവർക്ക് മെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം, അവരെ ലേണിംഗ് കൂടുതൽ നന്നായിട്ട് നടക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആരെയും നമുക്ക് ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കൊന്നും കുട്ടികളെ ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റില്ല. അവർ അബ്സോർബ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്കൊന്നും കുട്ടികളിലേക്ക് ഫിൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടികളായിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള അവരുടെ പൊട്ടൻഷ്യാലിറ്റിയെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്യൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം. ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലേണിംഗ് തിയറീസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ സ്പൂൺ ഫീഡിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം, ഈ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഓഫ് ലേണിംഗ് ഉണ്ട്. അതെങ്ങനെ ഈ ആനിമൽസിനൊക്കെ ഈ തത്തമ്മയെ പൂച്ച എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ തത്തയ്ക്ക് അറിയില്ല എന്താ പറയുന്നതെന്ന്. ഇപ്പം ടൈഗേഴ്സ് ഒക്കെ ഈ സർക്കസിലൊക്കെ എന്താണ് ഈ വട്ടത്തിന്റെ ഉള്ളിലൂടെ ചാടും, ആനയൊക്കെ സൈക്കിളൊക്കെ ഓടിക്കും. അപ്പൊ ആനയ്ക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആക്ടിവിറ്റി ആണ് ആ ഒരു ആനിമൽ ബിഹേവ് ചെയ്യുന്നെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കും. അങ്ങനെ ആ ഒരു റിവാർഡ് കൊടുത്ത് അപ്പൊ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കൊരു എന്താണ് ചോക്ലേറ്റ് കിട്ടും എന്ന് ആര് വിചാരിക്കും? പിന്നെ ഒരു റാബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനിമൽ വിചാരിക്കും. അപ്പൊ ആനിമലിന് ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത് പിന്നെയും ആ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അതിനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ നമ്മൾ അതിന് പഠിപ്പിക്കുന്നതാണ്. അത് ബിഹേവിയറിസം എന്നാണ് പറയാം, അതിന് ട്രെയിനിങ് പാറ്റേൺ എന്നാ പറയാം. ആ ഒരു പാറ്റേൺ പഠിപ്പിക്കില്ല, നോർമലി ഇപ്പം പഠിപ്പിക്കില്ല. അതാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അവിടെ ക്കുന്നില്ല. അതിന് തൽക്കാലം ഇന്നത് ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും. ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഈ ഒരു ആൻസർ എഴുതിയാൽ നമ്മൾ ഈ ഒരു ഇത്ര മാർക്ക് കിട്ടും. ആ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു ആൻസർ എഴുതുന്നത് എങ്ങനെയാണോ അതാണ് ബിഹേവിയറിസം. അത് ട്രെയിനിങ് ആണ്, ശരിക്കും ആനിമൽസിന്റെ ട്രെയിനിങ് ആണ്. കുറച്ചുകൂടി നമ്മൾ എടുക്കുവാണെങ്കിൽ കൊഗ്നിറ്റിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പം ഈ പറഞ്ഞ സെൽഫ് ലേണിംഗ് ആണ്. കൊഗ്നിറ്റീവ് എന്നുള്ള വാക്കിനർത്ഥം എന്താ? ഇന്റലിജൻസ് ആണ് അല്ലെ. അപ്പൊ കുട്ടി സ്വയമായിട്ടുള്ള എൻവിറോൺമെന്റിൽ നിന്നും
പിന്നെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന സ്വയമായുള്ള കഴിവും അല്ലെങ്കിൽ എക്സ്റ്റേണലി ഇന്റേണലി ഉള്ള കഴിവ് കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത്. പിന്നെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്? നോളജ് കൺസ്ട്രക്ട് ചെയ്യാണ്. സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് കുട്ടികൾ തമ്മിൽ സംസാരിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസിലൂടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പൊ ഏറ്റവും നല്ല നോളജിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, നോളജ് കൺസ്ട്രക്ഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം ആണ്. അപ്പൊ അവിടെ കൺസ്ട്രക്റ്റിവിസം ഇംപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? കുട്ടികളുടെ ഓരോ കുട്ടികൾ ഇന്നേറ്റ് ആയിട്ട് കുറച്ച് ലേണിംഗ് നടന്നിട്ടുണ്ട്. ആ ലേണിംഗ് നടന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവും വേറൊരു കുട്ടി മനസ്സിലാക്കിയ ഒരു കാര്യവും തമ്മിൽ പ്രോപ്പർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് പുതിയൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി എലാബറേറ്റ് ആയ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഫോം ചെയ്യുന്നത്. അതാണ് കൺസ്ട്രക്റ്റിവിസം. അപ്പൊ കുട്ടികളുടെ അപ്പം നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്, ഒരാളെ നമുക്ക് നിർബന്ധിച്ച് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നതിനപ്പുറം അവരിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല ലേണിംഗ് സ്ട്രാറ്റജി. മീൻസ് ടീച്ചിങ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ലേണിംഗ് പ്രോസസ്സും അതിനനുസരിച്ചായിരിക്കും. ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇനിയുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ ZPD. ആ ZPD എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്സ് വന്നതിന് കുട്ടി സ്വന്തമായി പഠിക്കണതാ. ഇത് നോക്കിക്കോളൂ, ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വൽ ഡെവലപ്മെന്റ്. കുട്ടി കഷ്ടപ്പെട്ട് തന്നെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ലെവലുണ്ട്. അതാണ് ഈ കാണുന്ന ഗ്രീൻ ലെവലില്. പിന്നെ ഇനി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ZPD എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു പ്രോക്സിമൽ ഡെവലപ്മെന്റ് വന്നാൽ മാത്രമേ കുട്ടിക്ക് എന്താണ് കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ചെയ്യിക്കുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ആരായിരിക്കും? ആ കുട്ടിക്ക് സപ്പോർട്ടീവ് ആയിട്ട് മെന്റേഴ്സ് ആയിട്ട് ആരൊക്കെ നിൽക്കുന്നോ, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് ആരൊക്കെ നിൽക്കുന്നോ, ട്യൂട്ടേഴ്സ് ആയിട്ട് ആരൊക്കെ നിൽക്കുന്നോ, ടീച്ചേഴ്സ് ആയിട്ട് ആരൊക്കെ നിൽക്കുന്നോ, അവരാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്സ് ചെയ്യേണ്ടത് ഈ കുട്ടിയിൽ. അപ്പോ ടാസ്കിന്റെ ലോ ലെവൽ ടാസ്കുകളൊക്കെ കുട്ടി തന്നെ ചെയ്യും. പക്ഷെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിങ് കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? ക്യാൻ ഡു വിത്ത് അസിസ്റ്റൻസ്. ഒരു സപ്പോർട്ട്, ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ സപ്പോർട്ടിൽ കുട്ടി അതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു വരുന്നത് ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നടക്കുമ്പോഴാണ്. എന്നിട്ടും സ്റ്റിൽ കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ലെവൽസ് ഉണ്ട് എന്ന് വെച്ചാൽ അതൊരു സ്റ്റുഡന്റ് ആണ്, അതൊരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി ഒരു എക്സ്റ്റേണൽ ആ ഒരു മെന്ററിന്റെ സപ്പോർട്ടോടുകൂടി കുറച്ച് കാര്യങ്ങൾ, കുറച്ചുകൂടി ഹയർ ലെവലുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെയും കാലം കൊണ്ട് പഠിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ നടക്കുന്ന എന്താന്ന് വെച്ചാൽ നോക്കിയോളൂ, കറന്റ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടിക്ക് ഒരു വയലറ്റ് ഏരിയയിൽ കാണുന്ന എന്താണ്? കറന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു കൺസെപ്റ്റിനെ പറ്റി. പിന്നെ ഇനി അടുത്തത് സ്കഫോൾഡിങ് എന്ന് പറയുന്ന ഗൈഡൻസ്. പിന്നെ ഇപ്പൊ ട്യൂട്ടേഴ്സ്, ഗൈഡൻസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ആ കുട്ടിക്ക് കറന്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വരെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതാണ് സ്കഫോൾഡിങ് എന്നുള്ള വാക്കിനടുത്ത ഒരു കൈത്താങ്ങെന്നാണ്. ആ കുട്ടിയെ ഒരു ഹയർ ലെവലിലോട്ട് കൊണ്ടുവരാൻ ഉള്ള കൈത്താങ് കൊടുക്കുന്നത് ആരാണോ അവരാണ് ആ കുട്ടിയുടെ മെന്റേഴ്സ്, അല്ലെങ്കിൽ ആ കുട്ടിയെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ പറഞ്ഞ സ്കഫോൾഡിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന്റെ സഹായിക്കുന്ന ആൾക്കാരായിരിക്കും. ആ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടി എക്സ്പീരിയൻസിലൂടെ, കുറച്ചു കാലത്തെ എക്സ്പീരിയൻസിലൂടെ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പഠിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്റ്റുഡന്റ് എത്ര വലുതായാലും ആ കുട്ടിയുടെ ടീച്ചറിന്റെ അത്രയും ഒരിക്കലും എത്തില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ആ ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററിന് ഒരുപാട് കാലത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പിന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ടീച്ചറിന് അല്ലെങ്കിൽ ഈ ഒരു മെന്ററിന് ഈ കുട്ടിയെ ഒരു സർട്ടൈൻ ലെവലിലോട്ട് സ്കഫോൾഡ് ചെയ്ത് നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും. ആ ഉയർത്തിയെടുത്താലും ആ കുട്ടി ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനെ കവർ ചെയ്യുന്നുണ്ടാവില്ല അപ്പോഴും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ആ ടീച്ചറിന്റെ അത്രയും എക്സ്പീരിയൻസ് എത്തുമ്പോൾ മാത്രമേ ആ ഒരു ടീച്ചറിന്റെ ആ കറന്റ് സ്റ്റേജിലോട്ട് ആ ഒരു കുട്ടി എത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറിനെ നമുക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടി എത്രത്തോളം പഠിച്ചാലും, ഇപ്പൊ ആ ടീച്ചർ പഠിച്ച തിയറി തന്നെ ആ കുട്ടിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാലും ആ ഒരു ലോങ് ടേം എക്സ്പീരിയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ജീവിതത്തിൽ കൂടെ തന്നെ കിട്ടേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത കാഴ്ച നമ്മൾ പറയുന്നത്
നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലാസ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ എൻവിറോൺമെന്റിൽ സ്പൂൺ ഫീഡിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിലാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികൾ, നമ്മുടെ ക്ലാസ് എന്താവണം, ഏത് റേഞ്ച് ആവണം നമ്മുടെ ക്ലാസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റോട്ട് ലേണിംഗ് ആവണം അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിങ്ങിലോട്ട് പോകണം എന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിക്കുന്നത്? ടീച്ചേഴ്സാ തീരുമാനിക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിനൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇവിടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ ഒരു ഇവാലുവേഷൻ ഉണ്ട്. ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്റെ ക്ലാസ്സിലെ കുട്ടി ഏത് ലെവലിലുള്ള ലേണിംഗ് അറ്റൈൻ ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടി ഏത് ലെവലിൽ തിങ്ക് ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ആ കുട്ടിയുടെ കപ്പാസിറ്റി ഏത് ലെവലിലേക്ക് വളരണം എന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റും. മീൻസ് ഒരു ടീച്ചർ എന്ന നിലയിൽ ആ ഒരു കണ്ടന്റിനെ ഏത് ലെവലിൽ പ്രസന്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രം മതി. നമ്മുടെ ആ ക്ലാസ്സിനെ പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ ആ കുട്ടിയിലുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ത് വേണം എന്ന് സെറ്റ് ചെയ്യുന്നതിലൂടെ ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെ മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണും. അത് ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവിനനുസരിച്ചുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് വേണം നമ്മൾ ക്ലാസ്സിൽ കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ഒരു ലോ ലെവലിലായിട്ടുള്ള ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ആ ലോ ലെവലിലുള്ള കണക്കായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ഞാൻ കുട്ടിയിൽ കൊടുത്തിട്ട് ഒരു ഹയർ ലെവലിലുള്ള ഒരു ഇവാലുവേഷൻ സ്ട്രാറ്റജി നമ്മൾ ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആവും. ഇപ്പൊ ഈ മൂന്നും ഒരേപോലെ വരുവാണെങ്കിൽ മാത്രമേ അവിടെ ഒരു മീനിങ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുള്ളൂ, മീനിങ് ഫുൾ ആയിട്ടുള്ള ലേണിംഗ് നടക്കുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നു എന്റെ ക്ലാസ്സിലെ കുട്ടി, ഇപ്പൊ സപ്പോസ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇവിടെ ഇപ്പം കണ്ടോ, ഇവിടെ ഇപ്പം നമ്മുടെ ക്ലാസ്സില് കുട്ടിയുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് പിന്നെ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനാലിസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്, ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് റിമെമ്പറിംഗ് ലെവലിലാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ. എന്റെ ക്ലാസ്സിൽ ഞാൻ ഇവാലുവേറ്റിംഗ് ലെവലിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ. എന്റെ ക്ലാസ് ക്രിയേറ്റിംഗ് ലെവലിലാണ്, ക്രിയേറ്റിവിറ്റി ലെവലിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ. ഏത് ലെവലിലാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് വേണ്ടത് എന്ന് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ ലേണിംഗ് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ ലേണിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒബ്ജക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് എന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, കുട്ടികൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ അനാലിസിസ് ലെവലിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. കുട്ടികൾ അപ്ലൈയിങ് ലെവലിൽ ആൻസർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് അവിടെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് റിമെമ്പറിംഗ് ലെവലിൽ മാത്രം ക്ലാസ് എടുത്ത് എന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് റിമെമ്പറിംഗ് ലെവൽ ആണെങ്കിൽ കുട്ടി അപ്ലൈയിങ് ലെവലിൽ ആൻസർ ചെയ്യുന്നില്ല എന്നിട്ട് അപ്ലൈയിങ് ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് കുട്ടി അപ്ലൈയിങ് ലെവലിൽ ആൻസർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴത്തെ ക്ലാസ് റൂം പാറ്റേണിൽ കുട്ടികൾക്ക് അവരുടേതായ ആ ഒരു ലെവലിൽ ക്ലാസ് പോവാതെ ആ ഒരു ഹയർ ലേണിംഗ് ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യാതെ കുട്ടികളെ ലോ ഒബ്ജക്റ്റീവിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഹയർ ഒബ്ജക്റ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വലിയ പ്രശ്നം വരുന്നത്. അവിടെ മാർക്ക് കുറഞ്ഞിട്ട് കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുട്ടിക്ക് കൊടുക്കേണ്ടതായ ലേണിംഗ് എക്സ്പീരിയൻസ് അത് റോട്ട് ലേണിംഗ് ആണ്. ഇപ്പൊ എല്ലാ കുട്ടിയും ബൈ ഹാർട്ടിംഗ് ആണ്. സ്പൂൺ ഫീഡിംഗ് ആണെങ്കിൽ അത് റിമെമ്പറിംഗിൽ മാത്രമേ ഇരിക്കുള്ളൂ. ആ കുട്ടിക്ക് മാക്സിമം പോയി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോവായിരിക്കും. ആ കുട്ടി അതിന്റെ മുകളിൽ കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോവായിരിക്കും. ഈ റിമെമ്പറിംഗ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം നിന്നുകൊണ്ട് ഒരു കുട്ടിക്ക് നമ്മൾ ക്രിയേറ്റിവിറ്റി ലെവലിൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടിക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ആദ്യമായിട്ട് ഈ റോട്ട് ലേണിംഗിൽ അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ്ങിലൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കുട്ടികളുടെ ഈ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഒബ്ജക്റ്റീവ്സ്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് അവിടെ ക്ലാസ്സിൽ ജനറേറ്റ് ആവുന്നില്ല. പിന്നെ പറ്റുന്നത് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ റിമെമ്പറിംഗ് ജസ്റ്റ് ആ കുട്ടിക്ക് റെക്കഗ്നൈസിങ് ആൻഡ് റീകോളിംഗ് ഫാക്ട്സ് മാത്രമേ അവിടെ റിമെമ്പറിംഗ് വരുന്നുള്ളൂ. കുട്ടി ഇക്വേഷൻ എന്താന്ന് പറയും, ഡെഫിനേഷൻ എന്താന്ന് പറയും. ഓക്കെ, അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവും. അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ രണ്ട് കാര്യം കവർ ചെയ്തിട്ടാണ് അപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷൻസിന് കുട്ടിക്ക് പുതിയ കൺസെപ്റ്റിലോട്ടും പുതിയ ഐഡിയസിലോട്ടും അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ പുതിയ സെനാരിയോസിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന സെനാരിയോയിൽ ഇത് വർക്ക്ഔട്ട് ആവുമോ ഇല്ലയോ എന്ന് കുട്ടി അപ്ലൈ ചെയ്യാൻ നോക്കും. ദെൻ അടുത്തത് ബ്രേക്ക് ഡൗൺ ഇൻഫർമേഷൻ ഇൻ ടു കമ്പോണന്റ് പാർട്സ്. ഇപ്പൊ ഒരു
പെർട്ടിക്കുലർ പാർട്ട് എടുത്തു. ഇപ്പൊ സണ്ണിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ സണ്ണിന്റെ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ തിയറികളെയും അവർ എടുത്തു വെച്ച് നോക്കി, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഓരോ തിയറീസും എന്താ പറയുന്നത്, ഒരൊറ്റ പോയിന്റിന് വെച്ചിട്ട് ഓരോ തിയറീസും എന്താ പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മൈന്യൂട്ട് പാർട്സ് ആക്കി അതിനെ വെച്ചിട്ട് അതിൽ നിന്നൊരു ഇന്റർപ്രിട്ടേഷൻ കുട്ടികളിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം അനാലിസിസ് സിറ്റുവേഷൻ ഓഫ് ദിസ് ആൻഡ് ദിസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ലെവലിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ നമ്മൾ ലേണിംഗ് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കൊടുത്തിരിക്കണം. ഇപ്പൊ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ തിയറി എന്ന് പറയുമ്പോൾ അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ലെവലും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവാലുവേഷൻ സ്റ്റേജിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ ലെവൽ ജഡ്ജിങ് ദ വാല്യൂ ഓഫ് ഇൻഫർമേഷൻസ് ഒരു ഐഡിയ ആണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ലോജിക്കലി അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റണം. ആ ഒരു പ്രൂവ് ചെയ്യുന്നതിന്റെ വാലിഡിറ്റി നമ്മൾ പറയണം. ആ വാലിഡിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ആ പറയുന്നതിനെല്ലാം മാർക്ക് വരത്തുള്ളൂ. സോ മാർക്കിനേക്കാട്ടിലപ്പുറം നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ ഇവാലുവേഷൻ ലെവലിലോട്ട്, ഒരു ജഡ്ജ്മെന്റ് ലെവലിലോട്ട് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്ലിക്കേഷനും അനാലിസിസും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജ് ആണ്. ഇനി അതും കഴിഞ്ഞിട്ട് കമ്പൈനിങ് പാർട്സ് ടു മേക്ക് ന്യൂ ഹോൾ. ഞാൻ പറയണു, നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് പഠിച്ചു, ആ കൺസെപ്റ്റ് പഠിച്ച് പുതിയൊരു ഡിവൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു തിയറി ഫോം ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു എന്താണ് ഇംപ്ലിമെന്റേഷൻ നമ്മൾ പ്രസന്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി ലെവലൊക്കെ വരുന്നത്. ക്രിയേറ്റ് ചെയ്യാണ് ഒരു തിയറി. നമ്മളിപ്പം ഒപ്റ്റിക്സിൽ നമ്മൾ പഠിച്ചു, ആ ഒപ്റ്റിക്സിന്റെ തിയറീസ് ഒക്കെ വെച്ച് അവർ ടെലസ്കോപ്പ് ഉണ്ടാക്കി. ആ ഒരു ടെലസ്കോപ്പ് എന്ന് പറയുന്നത് പുതിയൊരു സംഭവം കണ്ടുപിടുത്തമാണത്. ആ ഒരു കണ്ടുപിടുത്തം ചെയ്യുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഒബ്ജക്റ്റീവ് കവർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്നത്. ആ ഒരു ക്രിയേറ്റിവിറ്റി ലെവലിൽ നമ്മൾ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്ന എന്റെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് എന്താണ്? ക്രിയേറ്റിവിറ്റി ആയിരിക്കണം. അതിനുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ഞാൻ കുട്ടികൾ ക്ലാസ്സിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ ക്രിയേറ്റിവിറ്റിനെ നമുക്ക് അവിടെ അസസ് ചെയ്യുന്നതിന് അർത്ഥമുള്ളൂ. ഓക്കെ, ഇതിൽ സ്പൂൺ ഫീഡിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കുട്ടി ഒരു ക്രിയേറ്റിവിറ്റി ലെവലിലോട്ട് വരും നമുക്ക് പറയാൻ പറ്റില്ല. പറയില്ല എന്നാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കുട്ടിയെ നമ്മൾ റിമെമ്പറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ മാത്രം ലേണിംഗ് ഒബ്ജക്റ്റീവ് വെച്ച് പഠിപ്പിച്ചിട്ട് അത് എങ്ങനെയാ കുട്ടി അത് ക്രിയേറ്റിവിറ്റി ലെവലിലോട്ട് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോഴാണ് ഈ റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പൂൺ ഫീഡിങ്ങിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ കണ്ടല്ലോ, റിമെമ്പറിംഗ് എന്നത് ഏറ്റവും ലോവസ്റ്റ് ആണ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആണ്. അവിടെ റിമെമ്പറിംഗ് ജസ്റ്റ് ഡിഫൈനിങ്, ഐഡന്റിഫൈ, റീകോൾ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, കുട്ടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒക്കെ വരുമ്പോഴും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലേ വരുന്നുള്ളൂ. ഇനി അപ്ലൈ ചെയ്യാം, പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം, സോൾവ് ചെയ്യാം, അതിന് പുതിയ കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അപ്ലിക്കേഷൻ ലെവലിലാണ്. ഇനി അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യാണ്, അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം, മൈന്യൂട്ടായ പാർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക, അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാം. പുതിയൊരു സെറ്റ് ഓഫ് പാറ്റേൺ നമുക്ക് അതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പല തിയറീസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചില തിയറീസിന് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലോട്ട് എടുക്കാൻ പറ്റും, വേറെ ചില തിയറീസിന്റെ ഇംപ്ലിമെന്റേഷൻസ് അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. അതാണ് അനാലിസിസ് ലെവലിൽ നമ്മൾ നടക്കുന്നത്. പിന്നെ ഇവാലുവേഷൻ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തിയറികൾ എല്ലാത്തിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇന്ന തിയറീസിന് ഇന്ന പോരായ്മകൾ ഉണ്ട് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ജഡ്ജ് ചെയ്യും. പിന്നെ ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് പോലും വരുന്നത് ആ ഒരു ലേണിംഗ് ലെവൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ശരിക്കും. അത് ആ ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറയുന്നതൊന്നും നമുക്ക് ഒരിക്കലും ബൈഹാർട്ടാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ ഒരു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് നമ്മൾ അതിന്റെ താഴെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ആ പറയുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷന്റെ സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുക, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇതിനൊക്കെയാണ് നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ശരിക്കും ക്ലാസ് നടക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നടക്കുന്നത് ഈ പറഞ്ഞ ഏറ്റവും ലോവസ്റ്റ് ലെവലായ റിമെമ്പറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് നടക്കുന്നത്? ഈ റിമെമ്പറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് എവിടെയാ? ഹൈസ്കൂൾ ലെവലാ. ഹൈസ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും മതി. അവിടെ നിന്ന് സ്കൂളിൽ ഒരു 8ാം ക്ലാസ് കുട്ടീനോടൊന്നും നമ്മൾ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറയില്ല. അപ്പോ അതിൽ നിന്ന് നമ്മൾ കോളേജ് ലെവലിലേക്ക് വരുക, +2 കഴിഞ്ഞ് അങ്ങോട്ട് PhD അല്ലെ പോസ്റ്റ് ഡോക്ടർ വരെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ
അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബാക്കിയാണ് കാണിക്കേണ്ടത്. മീൻസ് അപ്ലൈ ചെയ്യണം, അനലൈസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടി കടന്നു പോയാൽ മാത്രമേ നമ്മളൊരു കോളേജ് ലെവൽ എഡ്യൂക്കേഷൻ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ റോട്ട് ലേണിംഗ് ആണെങ്കിൽ, സ്പൂൺ ഫീഡിംഗ് ആണെങ്കിൽ, കുട്ടികൾ ഗൈഡ് നോക്കിയിട്ടാണ് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്നെങ്കിൽ, എക്സാം എഴുതി കഴിഞ്ഞ് ഈ തിയറിന്റെ ഇംപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് പറഞ്ഞേ, ഈ ഇക്വേഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഇക്വേഷൻ മാത്രം പറയാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് എന്ത് ലേണിംഗ് അവിടെ സംഭവിച്ചത് നമുക്ക് ആലോചിക്കാം, അല്ലെ? സോ അപ്പൊ ഇവിടെ ഇനി വേറൊരു കാര്യം മനസ്സിലായിക്കോളൂ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ നോക്കൂ, ലെക്ചറിങ് ആണെങ്കിൽ 5% ആണ്. പിന്നെ നോക്കൂ താഴെ റീഡിങ്ങിന് 10%, ഓഡിയോ വിഷ്വൽ ആണെങ്കിൽ 20, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 30. ഇത്രയും പാസീവ് ലേണിംഗ് ആണ്. ഇനി കുട്ടി ആക്റ്റീവ് ലേണിംഗിലോട്ട് നമ്മൾ കൊണ്ടുവരും എപ്പോഴും ഡിസ്കഷൻ ചെയ്യുമ്പോൾ. ഡിസ്കഷൻ മീൻസ് വി ആർ എക്സ്ചേഞ്ചിങ് വെരി ഫാസ്റ്റ്ലി, വി ആർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, അല്ലെ? ഡിസ്കഷൻസ് വരും, പ്രാക്ടീസ് ഡൂയിങ്, പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാം. ഒരു ലാബിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണോ അവിടെ കണക്ഷൻ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ മുന്നേ ചെയ്ത കുട്ടി ചിലപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നിട്ടുണ്ടാവും. പക്ഷെ അതും വളരെ കുറവാണ്. നമ്മൾ തന്നെത്താനെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, അത് 75 ആണ്. പിന്നെ ഏറ്റവും നന്നായിട്ട് വരുന്നത് ടീച്ച് അതേഴ്സ്. അതുകൊണ്ടാണ് നിങ്ങൾ സെമിനാർസ് ഒക്കെ തരുന്നത്, പ്രൊജക്ട്സ് ഒക്കെ തരുന്നത്. വേറൊരു കുട്ടിയിലേക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസിനെ പറ്റി നമ്മൾ ആലോചിക്കും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. 90% ലേണിംഗ് അവിടെ നടക്കും. ഓക്കെ, ഇനി ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് ഞാനിനി പറയാൻ പോകുന്നത്. 3 ലെവലുണ്ട്: മെമ്മറി ലെവൽ ഓഫ് ലേണിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇനി നോക്കിക്കോളൂ, മെമ്മറി ലെവലാണ് നമ്മൾ പറഞ്ഞ റോട്ട് ലേണിംഗ്, സ്പൂൺ ഫീഡിംഗ് എന്നൊക്കെ പറയുന്നത്. തോട്ട്ലെസ് ആണ്. അത് എപ്പോഴാണ് നടക്കണ? ഏറ്റവും ചെറിയ പ്രായത്തിൽ, നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുന്ന പ്രായം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പൊ നമുക്ക് ABC എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കുട്ടിക്ക് എങ്ങോട്ടൊരു ചോദ്യമില്ല. വളരെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒരുപാട് നമ്മൾ കൊടുത്ത്, ഈ 1 to 10 വരെ എഴുതുവാണെങ്കിൽ ഒരു പെൻസിൽ മേടിച്ചു തരാം എന്നൊക്കെ, നമ്മൾ മിഠായി മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എക്സ്റ്റേണൽ മോട്ടിവേഷനെ കൊടുത്ത് കുട്ടീനെ നമ്മൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നതാണ് മെമ്മറി ലെവലാണ്. അത് ബേസിക് ആണ്. ഏറ്റവും ലോവർ ലെവലില്, ഏറ്റവും ചെറിയ പ്രായത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ലെവലാണ്. ഇനി തോട്ട്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. അത് കുട്ടി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മാത്രം കുട്ടിക്കറിയാം. അതിന്റെ അപ്പുറത്ത് കുട്ടി റിഫ്ലക്ഷൻ കൊടുക്കുന്നില്ല. ഇനി റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത് മോസ്റ്റ് തോട്ട്ഫുൾ പ്രോസസ് ആണ്. അതാണ് ശരിക്കും നമ്മളെ സ്കൂൾ കോളേജ് ലെവലിൽ വരേണ്ടത്. റിഫ്ലക്റ്റീവ് ലെവലാണ്. ഓരോ തോട്ട്സിനെ പറ്റി ഡിഫറെന്റ് റിഫ്ലക്ഷൻസ് നിങ്ങളുടെ ബ്രെയിനിലുള്ള ഡിഫറെന്റ് ആയ റിഫ്ലക്ഷൻസ് പറയണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് ക്ലാരിഫിക്കേഷൻസ് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് തോട്ട്സ് വരുന്നത്. അതിനെയാണ്, അങ്ങനെ ഒരു ക്ലാസ് റൂം എൻവറോൺമെന്റിൽ മാത്രമേ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുള്ളൂ. സോ ഇനി അടുത്തത് വരുന്നത് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ നമുക്ക് മനസ്സിലാക്കാം വേഗത്തില്. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താ ഒന്നാമത് പറയണത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഇൻസിഡന്റ് റേ ഏത് ആംഗിൾ വരുന്നോ അത് തന്നെയായിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വരുന്നത്, അല്ലെ? മീൻസ് ടീച്ചർ ഏത് ലെവൽ കുട്ടിയിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നോ, ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ടാർഗറ്റ് ചെയ്ത്, അണ്ടർസ്റ്റാൻഡിംഗ് ആണോ, ആപ്ലിക്കേഷൻ ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ഏത് ലെവലാണ് കുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും കുട്ടിയുടെ റിഫ്ലക്ഷൻ വരുന്നത്. കുട്ടീനെ മെമ്മറി ലെവലിൽ മാത്രമാണ് പഠിപ്പിക്കുന്നെങ്കിൽ കുട്ടിക്ക് മെമ്മറി ലെവലിൽ മാത്രമേ റിഫ്ലക്ഷൻസ് ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ഹയർ ഓർഡർ റിഫ്ലക്ഷൻസ് വരണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ഹയർ ഓർഡർ ആയിട്ട് പഠിപ്പിക്കണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമുക്ക് പറയാം. ഇതേ ഒരു തോട്ടിൽ നമുക്ക് എടുക്കാം. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആണ് സെയിം പ്ലെയിൻ. അതുപോലെ തന്നെ ടീച്ചറും കുട്ടിയും ആ ലേണിംഗ് എൻവറോൺമെന്റും ഒരേ പ്ലെയിനിലായിരിക്കണം. കുട്ടിയുടെ പ്ലെയിനിലേക്ക് ഇറങ്ങി വന്ന് കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് ആ ടീച്ചറിന് വേണം. ടീച്ചർ ഒരു ലെവലിൽ, കുട്ടി വേറെ ലെവലിൽ, ലേണിംഗ് എൻവറോൺമെന്റ് വേറെ പലതും നടക്കുന്നെങ്കിൽ അവിടെ ഒരു ലേണിംഗ് നടക്കില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഈ 2 മിറർ ഉണ്ട്. ഒരു മിററിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. വേറൊരു മിററിൽ നമുക്ക് ഇമേജ് ബ്ലേർഡ് ആണ്, ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ മിറർ ആണ് നല്ലത്, ഈ മിറർ കുറച്ച് വീക്കാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താ ആ ഒരു ക്ലാരിറ്റി, റിഫ്ലക്ഷൻസിന്റെ ക്ലാരിറ്റി അനുസരിച്ച് എത്രത്തോളം ബ്രൈറ്റ് ആണ്
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു റിഫ്ലക്ഷൻസിന്റെ കുട്ടിയിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് ആ കുട്ടി ആ സർഫസിനെ നമുക്ക് അസസ് ചെയ്യുന്ന പോലെ ആ കുട്ടിയെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ കോളേജ് ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും റിഫ്ലക്റ്റീവ് ലെവൽ ആയിരിക്കണം ക്ലാസ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ആണ് ഞാൻ ജനറലി ഒന്ന് പറഞ്ഞുതരാം. പിന്നെ എന്താണ് അതൊരു ഗോൾ, ഞാൻ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം ക്ലാസ്. എന്റെ ക്ലാസ് ഏത് ഒബ്ജക്റ്റീവ് ആണെന്ന് ഞാൻ തീരുമാനിക്കണം. ദെൻ ഒരു പ്ലാനിങ് അവിടെ ഉണ്ടായിരിക്കണം. ആക്ടിവിറ്റി, ക്ലാസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ടീച്ചർ മാത്രം ഡോമിനന്റ് ആയിട്ട് ഒരു ക്ലാസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ നമ്മൾ കണക്കാക്കണം. ഓരോ കുട്ടീന്റെ യുണീക്നെസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അതിന് കണക്കാക്കിയിട്ട് മാത്രമേ ക്ലാസ് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കോറിലേഷൻ, ഓരോ സബ്ജക്റ്റുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൺസെപ്റ്റിനെ വേറെയുള്ള സബ്ജക്റ്റുമായിട്ടുള്ള ഔട്ടർ ഹുക്ക് കൊടുത്താൽ മാത്രമേ വേറെ സബ്ജക്റ്റിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ കോറിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി ഇല്ലാത്തതാണ് ഈ സ്പൂൺ ഫീഡിങ്ങിന്റെ കാര്യം. മീൻസ് കുട്ടി എന്ത് പറയുന്നത്, കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണ്, കുട്ടിയുടെ തോട്ട് എന്താണ്, കുട്ടിയുടെ എന്താണ് ന്യായങ്ങൾ എന്താണ് എന്ന് കേൾക്കാതെ കുട്ടിയിലേക്ക് കുറെ ഇൻഫർമേഷൻസ് അങ്ങ് കൊടുക്കുകയാണ്. നിർബന്ധമായി ഇത് പഠിച്ചേ പറ്റുള്ളൂ. ആ ഒരു നിർബന്ധം വരുന്നിടത്ത് ഡെമോക്രസി ഇല്ല. അപ്പൊ കുട്ടിയെയും കൂടി മനസ്സിലാക്കി നമ്മൾ പ്ലാൻ ചെയ്യാം. ദെൻ മോഡൽ ഓഫ് റെപ്രസെന്റേഷൻ, ഒരു പല കാര്യങ്ങൾ റെപ്രസെന്റേഷനിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാം ഇങ്ങനെ എന്താണ് വേർഡിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കാണ്ട് റെപ്രസെന്റ് ചെയ്ത് സൊസൈറ്റിയിലെ റെപ്രസെന്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റേഷനിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രസീവ്നെസ് ചെറുതിൽ നിന്ന് വലുതിലോട്ട്, ചെറിയൊരു കാര്യം അത് പറഞ്ഞിട്ട് വേണം വലുതിലോട്ട് കുട്ടികളെ എത്തിച്ചു കൊടുക്കാൻ. അത് ജനറൽ പ്രിൻസിപ്പിൾ ആണ്. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ എപ്പോഴും മോട്ടിവേഷൻ ഉണ്ടാവണം. അവിടെ റെപ്പിറ്റേഷൻ എക്സസൈസിനുള്ള ചാൻസ് കൊടുക്കണം. മീൻസ് പുതിയ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് വേണം. കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. വെറൈറ്റി ഉണ്ടാവണം, ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. സിമ്പത്തി ആൻഡ് കൈൻഡ്നസ്, കുട്ടികളിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കുട്ടിയോട് സിമ്പത്തി ആൻഡ് കൈൻഡ്നസ് കാണിക്കണം. ദെൻ റിക്രിയേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഒരു എന്റർടൈൻമെന്റ് എലിമെന്റ്, ഒരു ഫൺ ഇൻ ലേണിംഗ് ഉണ്ടായാൽ മാത്രമേ അവിടെ ലേണിംഗ് നടക്കുള്ളൂ. റിക്രിയേഷൻ ഉണ്ടാവണം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊവൈഡിങ് ട്രെയിനിങ് ടു സെൻസ് ഓർഗൻസ്, നമുക്ക് 5 സെൻസസ് ഉണ്ട്. ആ 5 സെൻസ് ഓർഗൻസിലൂടെ മാത്രമേ നമുക്ക് ഇൻഫർമേഷനെ ബ്രെയിനിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെൻസ് ഓർഗൻസിന് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത്, നമ്മൾ കണ്ണും കാതും ചെവിയും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇനി പ്രീ ആക്റ്റീവ്, ഒരു ക്ലാസ്സിന് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് പണ്ട് പഠിച്ച ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ പണ്ട് പഠിച്ച ഒരു തിയറം, പണ്ട് പഠിച്ച ഒരു പോയം ക്ലാസ്സിൽ വന്ന് പറയലല്ല. അതിനുള്ള ഒരു ഗോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ദ സബ്ജക്ട്, ദെൻ സീക്വൻഷ്യൽ ഓർഡറിൽ അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്ട്രാറ്റജി, ഏത് സ്ട്രാറ്റജി ക്ലാസ്സിൽ കൊടുക്കണം. പിന്നെ കുട്ടികളൊക്കെ എന്താണ് ഡെമോൺസ്ട്രേഷൻ ആണോ ഇവിടെ വേണ്ടത്, ലെക്ചർ മെത്തേഡ് ആണോ, ആക്ടിവിറ്റി ഓറിയന്റഡ് മെത്തേഡാണ്, ഏത് സ്ട്രാറ്റജിയിൽ ഇവരെ പഠിപ്പിക്കണം, എങ്ങനെയാണ് ക്ലാസ്സിലെ ഓരോ കുട്ടികൾക്കും നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് ഓരോ ഗ്രൂപ്പിനും ഏതൊക്കെ കാര്യങ്ങൾ കൊടുക്കണം എന്നും കൂടെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ മെയിൻ ആയിട്ടും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ക്ലാസ് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ക്ലാസ്സിനും ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 10 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ആ 10 കുട്ടികളെ നമ്മൾ കൃത്യമായി മനസ്സിൽ വെക്കുക. എന്നുവെച്ചാൽ അതിന്റെ ഡയഗ്നോസിസ് ഓഫ് ദ ലേണേഴ്സ്, കുട്ടികളെ ഡയഗ്നോസ് ചെയ്യുക. ഏത് ലെവലാണ് കുട്ടിക്ക് പ്രോബ്ലം വരുന്നത്, പ്രോബ്ലം ചെയ്യുന്നിടത്താണോ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഫോർമേഷൻ ലെവലിലാണോ, അപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യുമ്പോഴാണോ പ്രോബ്ലം വരുന്നത്, അങ്ങനെ നോക്കി അവരുടെ എബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും നോക്കി വേണം നമ്മൾ കുട്ടികളെ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് ലേണിംഗ് സ്ട്രാറ്റജി, ലേണിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക് എന്ത് പറ്റും, കുട്ടികളെ അച്ചീവ് ചെയ്യും. അതിന് പറ്റിയതായ ഒരു ഇനീഷ്യേഷൻ നമ്മൾ ക്ലാസ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് റെസ്പോൺസും നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, കുട്ടികളുടെ റിഫ്ലക്ഷൻസ്, ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ റിഫ്ലക്ഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ലെവലാണ് കുട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. ദെൻ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് എന്താണ്, കുട്ടിയിൽ എവിടെയാണ് എക്സാക്ട് ഡയമെൻഷൻസ് ഓഫ് ദ ചേഞ്ച് കോസ്ഡ് ബൈ ടീച്ചർ, എവിടെയാണ് ലേണിംഗ് പ്രോസസ് നടന്നത്, അവിടെ ചേഞ്ച്, ഒരു പ്രോസസ് അവിടെ നടക്കുമ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ മാറ്റം എവിടെയാണ് നടന്നത്, എങ്ങനെയാണ് അവിടെ മാറ്റം വന്നേക്കുന്നത്, എത്രത്തോളം ഈ മാറ്റം നടന്നിട്ടുണ്ട് കുട്ടിയിൽ, അതാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ചെക്ക് ലിസ്റ്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണോ, റേറ്റിംഗ് സ്കെയിൽ കൊടുക്കണോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒരു സെഷൻ എടുക്കാൻ പറയണോ. ഓക്കെ, അങ്ങനെ ഒക്കെ നമ്മൾ നോക്കി ദെൻ നമ്മൾ അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്ത് വെക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ വിത്ത് എവിഡൻസ് തന്നെ നമുക്ക് കൊടുക്കണം. അതാണ്. പിന്നെ ഇനി അടുത്തത് എക്സെപ്ഷണൽ ചിൽഡ്രൻ ആണ്.
നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ കൂടാതെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഒരു സെഷനാണ് എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അതിൽ ഒരുപാട് എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാ എന്താണ് ഒരു എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്നുള്ള ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രുതി ഉണ്ടോ ക്ലാസ്സില്? ഹലോ ശ്രുതി ഇല്ല. ഓക്കെ കുഴപ്പമില്ല, ഞാൻ വായിച്ചോളാം. സോ ദ എക്സെപ്ഷണൽ ചൈൽഡ് ഈസ് വൺ ഹു ഡീവിയേറ്റ് ഫ്രം എ നോർമൽ ചൈൽഡ് ഇൻ മെന്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ ഉള്ള ഒരു ഡീവിയേറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ എക്സെപ്ഷണൽ ചൈൽഡ് എന്ന് പറയുന്നത്. അവരെന്ന് പറയുന്നത് എപ്പോഴും എക്സ്ട്രീംലി ബിലോ ഓർ ഹൈ, ഒരുപാട് വളരെ കൂടുതൽ വളരെ കുറവായ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലിജൻസ് ഒക്കെയുള്ള ആൾക്കാരെ നമ്മൾ എക്സെപ്ഷണൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എക്സെപ്ഷണൽ ചൈൽഡ് തന്നെ നോക്കിയോളൂ. ഒരുപാട് എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്, 5 വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ മെന്റലി എക്സെപ്ഷണൽ ചിൽഡ്രൻ ഉണ്ട്, സെൻസറി എക്സെപ്ഷണൽ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ ഒരു 5 സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിൽ ഒന്നാമത്തെ സെഷനെ മാത്രമേ നോക്കുന്നുള്ളൂ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റീവ് ചിൽഡ്രൻ. യൂഷ്വലി നമ്മുടെ ക്ലാസ്സിൽ ഈ 2 കുട്ടികളാണ് ഏറ്റവും അധികം മാൽ ട്രീറ്റഡ് ആവുന്നത്. അവർ വളരെ ഗിഫ്റ്റഡ് ആയ കുട്ടികളായിരിക്കും, പക്ഷെ അവരുടെ ആ ഗിഫ്റ്റഡ്നെസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രോബ്ലം ആണ് അവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് ഡിഫറെന്റ് ആയ നീഡ്സ് ആയിരിക്കും. അവർ പല പല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് ഡിഫറെന്റ് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. ചില കുട്ടികൾക്ക് ഒരുപാട് നേരം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും, ചില കുട്ടികൾ കുറച്ച് നേരം മാത്രമേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് ലാംഗ്വേജ് എബിലിറ്റി ആൻഡ് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെ പല പല വെറൈറ്റിയുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ദെൻ അവരിലേക്ക് അവരെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു 50 എണ്ണം ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചെന്നുള്ളൂ, ഒന്നും പറയാൻ പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഉണ്ട് പറയാൻ. അങ്ങനെ കുട്ടികളെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ, ഈ പല പല ലെവലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഡിഫറെന്റ് ആയ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമുക്കുണ്ട്. ഇവിടെ ഇപ്പൊ നോക്കിയോളൂ, നമ്മൾ മെയിൻ ആയിട്ട് ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ആയ കുട്ടികളെയാണ് നമ്മൾ നോക്കുന്നത്. സോ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഗിഫ്റ്റഡ് ആയ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. ഇതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാർ ഗിഫ്റ്റഡ് ആണോ, അല്ലെങ്കിൽ അത് നോർമൽ കുട്ടിയാണോ, അല്ലെങ്കിൽ ഹൈ അച്ചീവർ ആണോ, ക്രിയേറ്റീവ് ആയ കുട്ടിയാണോ എന്ന് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇന്റലക്ച്വലി ഈ ഗിഫ്റ്റഡ് ആയ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആരെ വായിക്കുന്നത് വേഗം? ഹലോ, ഞാൻ വായിക്കാം. അതിനെയാണോ? അല്ലല്ല, വൈഷ്ണവി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആദ്യം വായിക്കും. എക്സെപ്ഷണൽ റീസണിംഗ് എബിലിറ്റി, ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി, റാപ്പിഡ് ലേണിംഗ് റേറ്റ്, ഫെസിലിറ്റി വിത്ത് അബ്സ്ട്രാക്ഷൻ, കോംപ്ലക്സ് തോട്ട് പ്രോസസർ, vivid imagination, early moral concern, passion for learning, powers of concentration, analytical thinking, divergent thinking or creativity, keen sense of justice, capacity for reflection and introversion. ഓക്കെ വൈഷ്ണവി, താങ്ക് യു ട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റ്സ് വേഗം പറഞ്ഞുതരാം. ഇനി എന്താണ് ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്താണ് നമ്മൾ അവിടെ നോക്കുന്നത്. സോ അവിടെ കുട്ടിക്ക് എക്സെപ്ഷണൽ റീസണിങ് എബിലിറ്റി ആയിരിക്കും. നമ്മുടെ ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക് ഭയങ്കര റീസണിങ് എബിലിറ്റി ആയിരിക്കും. ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, അസാധ്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും അതിലുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും റീസണിങ് എബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. എന്ത് കാര്യങ്ങൾക്കും അവർക്ക് ഒരു ഉത്തരം കിട്ടുമ്പോൾ അതിനപ്പുറമുള്ള ചോദ്യങ്ങൾ കുട്ടി അന്വേഷിക്കാൻ തുടങ്ങും. ദെൻ റാപ്പിഡ് ലേണിംഗ് റേറ്റ് ആയിരിക്കും, പെട്ടെന്ന് പഠിക്കും അവര്. ഫെസിലിറ്റി വിത്ത് അബ്സ്ട്രാക്ഷൻ, ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ ആ കുട്ടിക്ക് മനസ്സിൽ കാണാൻ ബുദ്ധിമുട്ടില്ല. ചില ആളുകൾ കോൺക്രീറ്റ് ആയ കാര്യത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടീന്റെ
ഒരു കഴിവാണ്. ദെൻ കോംപ്ലക്സ് ആയ തോട്ട് പ്രോസസ് ആണ്. ഭയങ്കര തോട്ട് പ്രോസസ്, കോംപ്ലക്സ് ആയ കാര്യങ്ങളും ആ കുട്ടി ആലോചിക്കും. വിവിഡ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയ ഒരു ഇമാജിനേഷൻ ആയിരിക്കും ആ ഗിഫ്റ്റഡ് ആയ കുട്ടിക്ക്. ഏർലി മോറൽ കൺസേൺ ആയിരിക്കും. മോറലി ആ കുട്ടിക്ക് മൊറാലിറ്റിയെ പറ്റി കുറച്ച് ധാരണ ഉണ്ടാകും കുറച്ച് നേരത്തെ. പാഷൻ ഫോർ ലേണിംഗ്, പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പവർ ഓഫ് കോൺസെൻട്രേഷൻ നന്നായി ശ്രദ്ധിക്കാൻ പറ്റും. അനാലിറ്റിക്കൽ തിങ്കിങ്, കാര്യങ്ങളെ ബ്രേക്ക് ഡൗൺ പാർട്സ് ആക്കിയിട്ട് അവർ അനാലിസിസ് ചെയ്യാനുള്ള അവർക്കൊരു കഴിവുണ്ട്. ദെൻ ഡൈവേർജന്റ് തിങ്കിങ്, ഡൈവേർജ് ചെയ്ത് ഒരു പോയിന്റിന്റെ പല പല ഡയമെൻഷൻസിൽ ആ കുട്ടിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റിയും കൂടെ കാണിക്കും ചില സമയത്ത്. ദെൻ കീൻ സെൻസ് ഓഫ് ജസ്റ്റിസ്, ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ആ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് അത് പറയും. ആ ജസ്റ്റിസിന്റെ കൃത്യമായി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. മീൻസ് അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞല്ലോ ഹയർ ഓർഡർ തിങ്കിങ്, ആ ഒരു ഇവാലുവേഷൻ ജസ്റ്റിസ് കൃത്യമായിട്ട് ആ കുട്ടിക്ക് പറയാൻ പറ്റും. ദെൻ കപ്പാസിറ്റി ഫോർ റിഫ്ലക്ഷൻ, നന്നായിട്ട് കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ലെവലിൽ വേണമെങ്കിൽ കുട്ടി അതിന്റെ റിഫ്ലക്ഷൻസ് പറയും നമ്മളോട്. അതാണ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി പേഴ്സണാലിറ്റി, വൈഷ്ണവി ഒന്ന് വായിക്കും, അതായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ? ഓക്കെ. ഇൻസൈറ്റ്ഫുൾനെസ്. കുട്ടിക്ക് ഒരു ഇൻസൈറ്റ് ഫോർമേഷൻ മനസ്സിൽ ആ ഇന്നതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച എന്ന് നമ്മൾ പറയും അല്ലെ, അതാണ് ഇൻസൈറ്റ്ഫുൾനെസ്. ഇനി അടുത്തത് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ആണ്. എന്നാലും കുട്ടിക്ക് ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ അതിനപ്പുറം ഉള്ളത് മീൻസ് ഹയർ ലെവലിൽ തിങ്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഈ കുട്ടി ഭയങ്കരമായി ഡിസ്റ്റർബ്ഡ് ആവും. ഗിഫ്റ്റഡ് ആയ കുട്ടിക്ക് എല്ലാം മനസ്സിലാവണം ആ കുട്ടിക്ക്. പിന്നെ അടുത്തത് നീഡ് ഫോർ മെന്റൽ സ്റ്റിമുലേഷൻ. കുട്ടിക്ക് ഒരു മെന്റൽ സ്റ്റിമുലേഷൻ വേണം. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയ ഒരു എൻവിറോൺമെന്റിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കണം. ചിലപ്പം ചില കുട്ടികൾ പറയും ഒരു പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ ഒരു നന്നായിട്ടൊന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു ആക്ടിവിറ്റി ചെയ്താലോ ഒക്കെ നമുക്ക് പഠിക്കാൻ ഒരു മൈൻഡ് സെറ്റ് വരും. ആ ഒരു മെന്റൽ സ്റ്റിമുലേഷൻ വേണം കുട്ടികൾക്ക്. ദെൻ അടുത്തത് പെർഫെക്ഷനിസം. ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. മാക്സിമം പെർഫെക്റ്റ് ആണ്. മാക്സിമം ഓരോ പ്രാവശ്യം കൂടുതൽ പെർഫെക്റ്റ് ആക്കിയിട്ട് വരണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെയോ നീഡ് ഫോർ പ്രിസിഷൻ ഓർ ലോജിക്. കൃത്യമായിട്ടുള്ള ഒരു പ്രിസിഷൻ ഉണ്ടാവണം. വെറുതെ അങ്ങനെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ, അത് പ്രിസൈസ് ആയിരിക്കണം പറയുന്ന കാര്യങ്ങൾ. അതിന് പിന്നിൽ ഒരു ലോജിക് ഉണ്ടാവണം. ആ ലോജിക്കോട് കൂടി മാത്രമുള്ള ഒരു പ്രിസിഷനെ ആ കുട്ടി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെയോ എക്സലന്റ് സെൻസ് ഓഫ് ഹ്യൂമർ. എക്സലന്റ് ആയ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള കുട്ടികളായിരിക്കും ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക്. ഭയങ്കരമായിട്ടും ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്യാവശ്യം നല്ല ഹയർ ഓർഡർ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ ആ കുട്ടി കുറച്ച് ഗിഫ്റ്റഡ് ആയിരിക്കും നമുക്ക് പറയാം. പിന്നെയോ സെൻസിറ്റിവിറ്റി ഓർ എംപതി. സെൻസിറ്റീവ് ആണ്. സോഷ്യൽ ഇഷ്യൂസുമായിട്ടും അല്ലെങ്കിൽ എൻവറോൺമെന്റിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂ ആയിട്ടും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ആ കുട്ടി. അതിനോട് എംപത്തറ്റിക് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ആ കുട്ടി കാണിക്കും. പിന്നെയോ ഇന്റൻസീവ് ആണ്. റിയാക്ഷൻസ് ഒക്കെ വളരെ ഹൈ ഇന്റൻസീവ് ആയിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ചില കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റഡ് ആയ കുട്ടികളാണെങ്കിൽ അത് വെറുതെ കണ്ടിരിക്കില്ല, അവർ റിയാക്ട് ചെയ്യും. പിന്നെ അതെ, ക്ഷമയുണ്ട്. മീൻസ് ക്ഷമ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് എടുക്കാനോ കുറെ നേരം ഇരുന്ന് പ്രോബ്ലം ചെയ്യാനോ ആ ഒരു എൻഡ്യൂറൻസ് ഉണ്ട്. ആ ഒരു റിസ്ക് ആ കുട്ടി എടുക്കും ഇരുന്ന് അത് ചെയ്യാനാണെങ്കിലും. അല്ലെങ്കിൽ ഞാൻ അതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും എന്നുള്ള ഒരു ധാരണയാണ് ആ കുട്ടിക്ക്. പിന്നെയോ അക്യൂട്ട് സെൽഫ് അവയർനെസ്. അക്യൂട്ട് ആയ സെൽഫ് അവയർനെസ് ഉണ്ട്. ഞാൻ എന്താണ്, എന്റെ കപ്പാസിറ്റി എന്താണ്, അല്ലെ വേറെ ആൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം എന്നുള്ള ഒരു അക്യൂട്ട് ആയ സെൽഫ് അവയർനെസ് ആ കുട്ടിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ നോൺ കൺഫോമിറ്റി. നോൺ കൺഫോമിറ്റി. ഇപ്പൊ നമ്മൾക്ക് ഒരു സോഷ്യൽ കൺഫോമിംഗ് ആയ നേച്ചർ ആവണമെന്നില്ല ആ കുട്ടിക്ക്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സമ്മതിച്ച് തരണം എന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ എന്താന്ന് എനിക്കറിയാമെന്ന് ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തെറ്റിയെ പറയാൻ പറ്റില്ല. ആ കുട്ടീന്റെ പാറ്റേൺ ഓഫ് തിങ്കിങ്ങിനനുസരിച്ചാണ് ആ കുട്ടി ജീവിക്കുന്നത്. നോൺ കൺഫോമിറ്റി ആയിരിക്കും പലപ്പോഴും. then അടുത്തത് ക്വസ്റ്റ്യനിങ് ഓഫ് റൂൾസ് ഓർ അതോറിറ്റി. ആ കുട്ടി എപ്പോഴും റൂൾസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഗിഫ്റ്റഡ് ആയ കുട്ടികള് അവർക്ക് ഇത്രയും ഇന്റലിജന്റ് ആണ്, അത്രയും എംപത്തറ്റിക് ആണ്, അവർ അത്രയും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും കണ്ടത് അവിടെ ഇരിക്കും. ഈ കുട്ടി എന്നൊക്കെ ബുദ്ധിയുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി ഇവാലുവേറ്റ് ചെയ്യും, ജഡ്ജ് ചെയ്യും കാര്യങ്ങൾ. അപ്പൊ അതെന്ത് ചെയ്യും? ക്വസ്റ്റ്യനിങ് ഓഫ് റൂൾസ്. ഈ റൂൾസ് ആവശ്യമുണ്ടോ ഇവിടെ, ഇപ്പൊ ഈ സിനാരിയോയിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യും. അതോറിറ്റിയെ പലപ്പോഴും ചോദ്യം ചെയ്യും.
പിന്നെ എന്ത് പറ്റും? ടെൻഡൻസി ടുവേർഡ്സ് ഇൻട്രോവേർഷൻ. അതാണ് ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങോട്ട് വന്നത്. ടെൻഡൻസി ടുവേർഡ്സ് ഇൻട്രോവേർഷൻ. ഇനി ഗിഫ്റ്റഡ് ആയ കുട്ടികൾ ഓവറായിട്ട് സോഷ്യബിൾ ആവണമെന്നില്ല. അവർക്ക് സോഷ്യൽ ആണെന്ന് നമുക്ക് തോന്നിയാലും ദേ പ്രിഫർ ടു സ്റ്റേ അലോൺ. അവർ കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. അവർക്ക് ഒരു ഒരു ക്വയറ്റ് ആയ എൻവറോൺമെന്റിനെയാണ് അത് പ്രിഫർ ചെയ്യുന്നത്. ഭയങ്കര നോയ്സി ടൈപ്പ് ആയിരിക്കില്ല കുട്ടികൾ. ഓക്കെ ഓക്കെ, താങ്ക് യു വൈഷ്ണവി. ദെൻ അടുത്തത് എഫക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ആരാ വായിക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞതിന്റെ തന്നെ ആദ്യം ഞാനും വൈഷ്ണവി മാത്രമേ ക്ലാസ്സിലുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ, വായിച്ചോളൂ. എക്സ്പീരിയൻസ് ഇന്റൻസ് ഇമോഷൻ. ഇന്റൻസ് ഇമോഷൻസ്. കുട്ടികൾക്ക് ആ ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക് ഭയങ്കര ഇന്റൻസ് ആയ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യും. എന്നുവെച്ചാൽ അവർ അത്രയും തിങ്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവര് ബ്രെയിൻ വളരെ ആക്റ്റീവ് ആണ്. അപ്പൊ ഇമോഷണൽ ലെവലിൽ അവർ നന്നായിട്ട് ഇന്റൻസ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ എക്സിബിറ്റ് പെർഫെക്ഷനിസം ടെൻഡൻസീസ്. പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. അവർക്ക് എപ്പോഴും കാര്യങ്ങൾ കൂടുതൽ പെർഫെക്റ്റ് ആയി വരണം, കുറച്ചുകൂടി റിഫൈൻഡ് ആവണം എന്നുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന കുട്ടികളായിരിക്കും. അവരൊരു ലിമിറ്റ് ചെയ്ത് നിൽക്കില്ല. അവർ ചെറിയൊരു കാര്യം കൊടുത്ത് അതും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുട്ടികളായിരിക്കില്ല. അതിൽ കുറച്ചുകൂടി പുതിയ വാല്യൂസും കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് വേറെ കിട്ടുമോ എന്ന കുറച്ചുകൂടി റെഫറൻസ് അന്വേഷിക്കുന്ന കുട്ടികളായിരിക്കും. പിന്നെ അടുത്ത വായിക്കും. ഹൈലി ഡെവലപ്ഡ് സെൻസ് ഓഫ് ജസ്റ്റിസ്. അവരെപ്പോഴും ജസ്റ്റിസിനെ പറ്റി അവർ ഇവാലുവേഷൻ സ്ട്രാറ്റജി എപ്പോഴും ഹൈ ആയിരിക്കും അവർക്ക്. അപ്പൊ അവര് സെൻസ് ഓഫ് ജസ്റ്റിസ് ആണ്. അവർ ശരിയാണോ, ഈ പറയുന്നതിന് ന്യായമുണ്ടോ എന്ന് ഏത് നേരവും ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും. പിന്നെ എന്താണ്? എമ്പതി അൺയൂഷ്വൽ ഹൈ. അവര് അൺയൂഷ്വലി ഹൈ ആയിരിക്കും. ചിലപ്പോൾ അത് ആബ്സെന്റ് ആയിരിക്കും. മീൻസ് അത് പുറത്ത് കാണിക്കണമെന്നില്ല. ചിലപ്പോൾ അത് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. എംപതറ്റിക് ആയിട്ട് അവര് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ അത് എത്ര എംപതറ്റിക് ആണെങ്കിൽ ചിലപ്പോൾ അവര് ഇൻട്രോവേർട്ടഡ് ആണെങ്കിൽ അവരത് പുറത്ത് കാണിക്കണം എന്നില്ല. മീൻസ് ആ കുട്ടിക്ക് മനസ്സിലാവും, ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യണം എന്നില്ല. ദെൻ അടുത്തത് ഹൈലി മെച്ചുവേർഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ചില കാർട്ടൂൺസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഭയങ്കര ഇന്റലിജന്റ് ആയ ആൾക്കാരായിരിക്കും. അത്ര നല്ല ഭംഗിയായിട്ട് സെൻസ് ഓഫ് ഹ്യൂമറോടുകൂടി ഒരു വലിയൊരു പോയിന്റ് പ്രസന്റ് ചെയ്യുന്നത്. അതും ഗിഫ്റ്റഡ് ആയ ആൾക്കാരുടെ ഒരു കഴിവാണ്. പിന്നെ അടുത്തത് ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവര് ഓൾഡർ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു കമ്പനി ആണ് പ്രിഫർ ചെയ്യുന്നത്. മീൻസ് അവരുടെ ആ ഗിഫ്റ്റഡ്നെസ് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ സെയിം ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളെക്കാട്ട് ഒരുപാട് ഹയർ ലെവലാണ് ഇവർ തിങ്കിങ്. അപ്പൊ അവര് മറ്റേ കുട്ടികൾ ഇങ്ങനെ ചെറിയ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവർ 3-4 കൊല്ലം അപ്പുറത്തൊന്നും ചിന്തിക്കും. അപ്പൊ അവർക്ക് ഇപ്പോഴും അവരുടെ ഒരു എന്താണ് തോട്ട് പ്രോസസ്സിന് മാച്ച് ചെയ്യുന്ന ആൾക്കാരുമായിട്ടായിരിക്കും അവർക്ക് കമ്പനി ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് നമ്മൾ ഗിഫ്റ്റഡ് കുട്ടികളെ പറ്റി. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. സോ അപ്പം ഇനി ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഗിഫ്റ്റഡ് വേഴ്സസ് ബ്രൈറ്റ് ആണ്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും ഗിഫ്റ്റഡ് ആയ കുട്ടികൾ, ബ്രൈറ്റ് ആയ കുട്ടികൾ, അല്ലെങ്കിൽ ഹൈ അച്ചീവേഴ്സും ഗിഫ്റ്റഡും ഇത് രണ്ടും സെയിം ആണെന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. ഗിഫ്റ്റഡ് ആയ കുട്ടികളും ഹൈ അച്ചീവേഴ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവര് നമ്മൾ രണ്ടും ഇപ്പൊ ഗിഫ്റ്റഡ് ആയ കുട്ടി ആയതുകൊണ്ട് ആ കുട്ടി ഹൈ അച്ചീവർ ആവണം എന്നില്ല. അപ്പൊ ആ കുട്ടിയുടെ ഗിഫ്റ്റഡ്നെസ്സിന് എന്തുകൊണ്ട് അത് ഹൈ അച്ചീവർ ആയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റോട്ട് ലേണിംഗിന്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ്. ആ കുട്ടി ഹൈ അച്ചീവർ ആവുന്നത് വേറെ ലെവലായിരിക്കും. ഉള്ള കുട്ടികളാണ് ഹൈ അച്ചീവേഴ്സ് ആവുന്നത്. സോ അതാരെ വായിക്കുന്നത്? ഹൈ അച്ചീവേഴ്സ് ആൻഡ് ഗിഫ്റ്റഡ്. ഈ PPT ആരെ വായിക്കുന്നത്? നമുക്ക് സമയം കഴിയാനായി തോന്നുന്നു. വേഗം ആവട്ടെ. അടുത്ത ആരെ വായിക്കുക? ആരുമില്ലേ? രഞ്ജിത്തേക്കാണ് വായിക്കുന്നത്? ഓക്കെ, ഒന്ന് വേഗം വായിച്ചോളൂ. ഹൈ അച്ചീവേഴ്സ് ആൻഡ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഗിഫ്റ്റഡ് വേഴ്സസ് ബ്രൈറ്റ് നമുക്കിനി എല്ലാം കൂടി വായിച്ചാൽ തീരൂല. ഹൈ അച്ചീവേഴ്സ് ആൻഡ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ കമ്പാരിസൺ മാത്രം പറഞ്ഞുതരാം. ഒന്നാമത് നോ അല്ലേ വേണ്ട രഞ്ജിത്തെ? ഇപ്പൊ വായിച്ചല്ലോ, ഞാൻ വായിച്ചോളാം കേട്ടോ. ദെൻ ഹൈ അച്ചീവേഴ്സിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നോ ആൻസേഴ്സ് ആയിരിക്കും. പക്ഷെ ഗിഫ്റ്റഡ് ആയ കുട്ടി എപ്പോഴും ആസ്ക് ക്വസ്റ്റ്യൻസ് ആണ്. അവർ ചോദ്യം ചോദിക്കും. ദെൻ ഹൈ അച്ചീവേഴ്സ് എപ്പോഴും എൻജോയ് സ്കൂളാണ്. അവർ സ്കൂളിംഗ് എൻജോയ് ചെയ്യും. മറ്റേ കുട്ടി എന്താണ്? എൻജോയ് ലേണിംഗ്. ആ കുട്ടി പുതിയ കാര്യങ്ങൾ പഠിക്കും. അത് ലേണിംഗ് ആണ് ആ കുട്ടി എൻജോയ് ചെയ്യുന്നത്. മറ്റേ കുട്ടി എന്ത് ചെയ്യും? സ്കൂളിംഗ് ആണ് എൻജോയ് ചെയ്യുന്നത്. ദെൻ മറ്റേ കുട്ടി എന്തും ഈ ഹയർ അച്ചീവേഴ്സിന് ഗ്രാസ് മീനിങ്. ആ കുട്ടി അതിന്
മറ്റേ കുട്ടി എന്ത് ചെയ്യും? ഡ്രോ ഇൻഫറൻസ്. അതിൽ നിന്ന് ആ സെന്റൻസിന്റെ റീഡിങ് ബിഹൈൻഡ് ദ ലൈൻസ്, അതാണ് ഗിഫ്റ്റഡ് ആയ കുട്ടി ചെയ്യണത്. ദെൻ കോപ്പി അക്യുറേറ്റ്ലി, ഒരു കാര്യം അതുപോലെ കോപ്പി ചെയ്യും ഹൈ അച്ചീവേഴ്സ്. പക്ഷെ ഗിഫ്റ്റഡ് ആയ കുട്ടി എന്ത് ചെയ്യും? ന്യൂ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഹാവ് ഗുഡ് ഐഡിയാസ് ഉണ്ടാവും ഹൈ അച്ചീവേഴ്സിന്. പിന്നെ എന്താണ്, ഗിഫ്റ്റഡ് കുട്ടികൾക്ക് എന്ത് പറ്റും? അവർ അൺഎക്സ്പെക്ടഡ് ഐഡിയാസ് ആയിരിക്കും അവരുടെ കയ്യിലിരിക്കുന്നുണ്ടാവുക. ദെൻ അടുത്തത് അച്ചീവേഴ്സ് എന്ത് ചെയ്യും? അബ്സോർബ് ഇൻഫർമേഷൻ. എന്ത് കാര്യം വന്നാലും അതുപോലെ അബ്സോർബ് ചെയ്യും. ഈ കുട്ടി എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ഇൻഫർമേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ദെൻ അച്ചീവ് മാസ്റ്ററി ഇൻ 3 to 8 റെപ്പിറ്റേഷൻ. ഒരു 3 മുതൽ 8 വരെ റെപ്പിറ്റേഷൻ കൊടുത്താലാണ് ഈ ഹൈ അച്ചീവേഴ്സ് അത് മാസ്റ്റർ ചെയ്യാം. പക്ഷെ ഗിഫ്റ്റഡ് ആയ കുട്ടി എന്ത് ചെയ്യും? 1 or 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കും. അതാണ് ഗിഫ്റ്റഡും ഹൈ അച്ചീവേഴ്സും തമ്മിൽ വ്യത്യാസം. ഇതിന് ഈ ഒരു സ്ലൈഡിൽ ബാക്കി പോയിന്റും കൂടി ഉണ്ട്, നമുക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവാണ്. സോ അപ്പം ഈ കുട്ടികൾക്ക്, ഈ ഗിഫ്റ്റഡ് ആയ കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവർ ഇൻട്രോവേർഷൻ കാണിക്കും, അവർക്ക് പിയർ പ്രഷേഴ്സ് ഉണ്ടാവും, അത് കോമ്പറ്റീറ്റീവ്നെസ് കാണിക്കും. അവര് എന്താ വെച്ചാൽ അവര് ഓൾറെഡി നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ ഒരു ലെവലിൽ ക്ലാസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് റിയാക്ട് ചെയ്യും. സോ സോഷ്യൽ സ്കിൽസ് ഉണ്ടാവും, അവര് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്യും. ഡീലിംഗ് വിത്ത് സ്ട്രെസ്, അവര് സ്ട്രെസ്സൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ അവർ ഫീൽ ചെയ്യും. അവർക്ക് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവും. ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാവും. എനിക്ക് അവർക്ക് അവരുടേതായ ഒരു സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ടാവും. നമ്മൾ അവരൊരു പർട്ടിക്കുലർ പാറ്റേൺ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവർക്ക് കംഫർട്ടബിൾ ആയ ലേണിംഗ് ഹാബിറ്റ്, സ്റ്റഡി ഹാബിറ്റിലോട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കരിയർ എക്സ്പ്ലോറേഷൻ, പുതിയ പുതിയ കരിയറുകൾ കണ്ടുപിടിക്കാനും അതിലേക്ക് പോകാനുള്ള കഴിവ് ഈ കുട്ടികൾ കൂടുതലാണ്. പിന്നെ ഫാമിലി ഡൈനാമിക്സ്, ഗിഫ്റ്റഡ് ആയ കുട്ടികളുടെ ഫാമിലി ഡൈനാമിക്സ് അത്രയും ഒരു നർച്ചറിങ് ആയ ഒരു എൻവറോൺമെന്റ് കിട്ടിയില്ലെങ്കിൽ അവർ പ്രോബ്ലം ചൈൽഡായി മാറാം. പിന്നെ അക്യുറേറ്റ് ടോളറൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർ പറയുന്നതൊക്കെ ഇവർ ശ്രദ്ധിക്കും. ഇവർക്ക് ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാടുതോമേന്റെ സ്ഥിതിയില്ലേ, അത് തന്നെയാണ്. അതൊരു ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ ഫാദർ ഒരു ട്രീറ്റ് ചെയ്തത് കൊണ്ട് ആ കുട്ടി അവസാനം അതൊരു ഒരു പ്രോബ്ലം ചൈൽഡായിട്ട് മാറി. അപ്പൊ ഗിഫ്റ്റഡ് ചൈൽഡിന്റെ ഇത്രയും കഴിവുള്ള ഒരു ഗിഫ്റ്റ് ആണ് ശരിക്കും ആ കുട്ടി. പക്ഷെ ആ കുട്ടിയെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ആ കുട്ടി ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ, അത് ഓട്ടോമാറ്റിക്കലി അതൊരു പ്രോബ്ലം ചൈൽഡായിട്ട് മാറും. സോ അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡിന്റെ പ്രത്യേകത. ഓക്കെ, ഈ ഒരു ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടിക്ക് എപ്പോഴും അവര് നോർമൽ കുട്ടികളെക്കാട്ട് കൂടുതൽ ഹൈ ലെവൽ പെർഫോമൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ദേ ആർ ഹൈ പൊട്ടൻഷ്യൽ പീപ്പിൾ. പക്ഷെ അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. പക്ഷെ ടാലന്റ് ആയ കുട്ടി എങ്ങനെ ചേഞ്ച്, അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് തന്നെയാണ്, പക്ഷെ അത് എക്സെപ്ഷണലി എബിലിറ്റിയോട് കൂടിയായിട്ട് അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഹൈ ടാലന്റഡ് ആണ് ഒരു കുട്ടി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഒക്കെ പാറ്റേൺ ഒക്കെ ഒരേപോലെയുള്ള പാറ്റേൺ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് കുറച്ചുകൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അത് പ്രസന്റ് ചെയ്യും. ഈ കുട്ടീന്റെ ഗിഫ്റ്റഡ് ആയ കുട്ടി എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല കാലിബറുള്ള കുട്ടിയാണ്, പക്ഷെ അതിന് ആ ഒരു പ്രസന്റേഷൻ ലെവലിലോട്ട് അതിന് ആ ട്രീറ്റ്മെന്റ് കിട്ടണം. ഗിഫ്റ്റഡ് കുട്ടികൾക്ക് ഗിഫ്റ്റഡ് ആയ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. സോ ബാക്കി സ്കൂളിംഗ് സ്ട്രാറ്റജി ഒക്കെ ഈ പറഞ്ഞ ടീച്ചേഴ്സ്, നമ്മുടെ ക്ലാസ്സിൽ എത്ര ഗിഫ്റ്റഡ് ആയ കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ ക്രിയേറ്റീവ് ആയ കുട്ടിയുണ്ട്, എത്ര കുട്ടി നോർമലി പഠിക്കുന്ന കുട്ടികളുണ്ട്, നോർമൽ ആയിട്ടിരിക്കുന്ന കുട്ടി, അതിന് ഓരോന്നിനും ഡിഫറെന്റ് ആയ ലേണിംഗ് സ്ട്രാറ്റജി കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ക്ലാസ്സിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഗിഫ്റ്റഡ് ആയ കുട്ടി പ്രോബ്ലം ചൈൽഡ് ആവാൻ ഒരു സാധ്യത വളരെ കൂടുതലാണ്. സോ ഗിഫ്റ്റഡ് ആയ കുട്ടികളെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്താണ് ഗിഫ്റ്റഡ്നെസ്, അവരുടെ യുണീക്നെസ് എന്താണ്. പിന്നെ ഇവിടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടിയും വേറെ ഗിഫ്റ്റഡ് ആയ കുട്ടിയും തമ്മിൽ കമ്പയറിംഗ് അല്ല, ഗ്രൂപ്പ് ആക്കി കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഒരു ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടീനെ ഒരു ടാലന്റ് മീൻസ് ഹൈ അച്ചീവർ ആയിട്ട് ഗ്രൂപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നം വരും. എന്താ വെച്ചാൽ എന്താ പറ്റുന്നത്, നമ്മളിവിടെ ഹൈ അച്ചീവർ ആയ ഒരു കുട്ടി തിങ്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടി തിങ്ക് ചെയ്യുന്നത്. അവിടെ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ പോയിട്ട് ഹൈ അച്ചീവറിന് കൂടുതൽ മാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലായിരിക്കും ഐഡിയയും ബുദ്ധിയൊക്കെ ഉണ്ടാവുക, പക്ഷെ ഇത് രണ്ടും കൂടി ഈഗോ ക്ലാഷ് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് മീൻസ് ആരാണെങ്കിലും. ഇനി അടുത്തതാണ് ക്രിയേറ്റീവ് ആയ ചൈൽഡ്. അത് ഗിഫ്റ്റഡ് കുട്ടിയാണെങ്കിൽ ക്രിയേറ്റീവ് എന്നത് വേറൊരു ലെവൽ കുട്ടികളാണ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവർക്ക്
അവർ കുറച്ചുകൂടി ഇമോഷൻ ലെവലിൽ അവർ ഓപ്പൺനെസ് ഉണ്ടാവും, ക്യൂരിയോസിറ്റി ഉണ്ടാവും, അവർക്ക് റിസ്ക് എടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ക്രിയേറ്റീവ് ആയ കുട്ടി. ദെൻ സ്ട്രോങ് സെൽഫ് കൺസെപ്റ്റ് ഉണ്ടാവും, ദെൻ കറേജ് ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ട്രേറ്റ് ആയിരിക്കും ക്രിയേറ്റീവ് ആയ കുട്ടി. അവർ ഭയങ്കര കറേജിയസ് ആയ കുട്ടികളായിരിക്കും. അവർ പെർസിസ്റ്റൻസ് ഉണ്ടാവും, അവർക്ക് അവരാ ഒരു സ്റ്റാൻഡ് നിൽക്കും ആ കുട്ടികൾ. പിന്നെ ഇന്റലിജൻസ് ആണെങ്കിലോ അവർ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി കൂടുതലായിരിക്കും, ഫ്ലുവൻസി ഉണ്ടാവും, നല്ല ലാംഗ്വേജ് കപ്പാസിറ്റി ഉള്ള കുട്ടികളായിരിക്കും, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, എന്തും അതിന്റെ ഒറിജിനാലിറ്റിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിരിക്കും. എന്തും എലാബറേറ്റ് ചെയ്യാനും, അബ്സ്ട്രാക്ട്നെസ് ഓഫ് തോട്ട്, അല്ലെ, ഓരോ തോട്ടിന്റെ പ്രോസസ്സൊക്കെ വളരെ അബ്സ്ട്രാക്ട് ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ പറ്റുന്ന കുട്ടിയാണ്. ഫിസിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. അവർക്ക് വിഷ്വൽ മെമ്മറി കൂടുതലായിരിക്കും, അവർ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. അത് ഈ ക്രിയേറ്റീവ് എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ചധികം ഇങ്ങനെ വരും. പിന്നെ അവര് ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ വളരെ നന്നായിട്ടായിരിക്കും, അവരുടെ പെർഫെക്റ്റ് പിച്ച് ആയിരിക്കും, അവരുടെ സൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദെൻ അടുത്തത് നോക്കിക്കോ. സോ ഇനിയിപ്പോ നോക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ എന്താ അത് മനസ്സിലാക്കണം, ഇതൊരു ക്രിയേറ്റീവ് ചൈൽഡ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഇത് ഗിഫ്റ്റഡ് ആണെങ്കിൽ ഇത് ക്രിയേറ്റീവ് ആണ്, നമുക്ക് അത് മനസ്സിലാക്കണം. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് എടുക്കാൻ. ദെൻ അവർ ആ ക്രിയേറ്റിവിറ്റീസിനെ നമ്മൾ വാല്യൂ ചെയ്യണം. ഒരു കുട്ടി ക്രിയേറ്റീവ് ആയ ഒരു കുട്ടി, ആ കുട്ടി ക്രിയേറ്റീവ് ആയ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് അതിനെ വാല്യൂ ചെയ്യണം. ദെൻ ആ കുട്ടീനെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി. ഈ ഗിഫ്റ്റഡ് ചൈൽഡും ക്രിയേറ്റീവ് ചൈൽഡുമാണ് ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സത്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ പറയും പോലെ ഹൈ അച്ചീവേഴ്സ് ആണെങ്കിലും ടാലന്റഡ് ആയ കുട്ടികളും ഒക്കെ ഈ ക്രിയേറ്റീവും ഗിഫ്റ്റഡും ആയ കുട്ടികൾ ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഐഡിയയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അവര് പുതിയതായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. ഇവര് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പുതിയതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കുട്ടികളാണ് ഗിഫ്റ്റഡും ക്രിയേറ്റീവും. അപ്പൊ അവരെ നമ്മൾ ഏറ്റവും അധികം കെയർ ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻവറോൺമെന്റിലാണ് ആ കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി ചെറുപ്പം തൊട്ടേ നശിച്ചു പോകും. അപ്പൊ ആ കുട്ടിക്ക് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലാണ് ഇപ്പൊ പല കുട്ടികളും ഈ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കാതെ അവരെ എല്ലാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ് ശരിക്കും. സോ അപ്പൊ എന്താ വേണ്ടത്, ഒരു ക്രിയേറ്റീവ് ചൈൽഡിന് എപ്പോഴും നമുക്ക് ഇമാജിനേറ്റീവ് ടീച്ചിങ് ആണ് കൊടുക്കേണ്ടത്. ആ കുട്ടീന്റെ ഇമാജിനേഷൻസിന് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിന് അടുത്തത് എന്താണ് ക്രിയേറ്റീവ് എന്ന് നോക്കിക്കോളൂ. ഇനി മീനിങ് ഫുൾ ലേണിംഗ് ആണെങ്കിൽ അവിടെ എന്ത് പറ്റും, അവർ ക്രിയേറ്റീവ് ചൈൽഡ് തന്നെ മീനിങ് ഫുൾ ലേണിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റഡ് കാര്യമല്ല. ഗിഫ്റ്റഡ് ആയ കുട്ടിക്ക് കുറച്ച് കോംപ്ലക്സ് ആയ ഐഡിയാസ് കൊടുത്താലേ അതിന് തൃപ്തിയാവുള്ളൂ. ആ ഒരു കുറച്ച് കഴിയുമ്പോൾ അതിനെ നൂലാമലകൾക്ക് മാറ്റി അതിനെ ഒരു വേറെ സെനാരിയോയിലൊക്കെ ആക്കി അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ് ഗിഫ്റ്റഡ് ആയ കുട്ടികൾ. ക്രിയേറ്റീവ് ആയ കുട്ടികൾ എന്താ വെച്ചാൽ അവർക്കെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടണം. ആ വെൽ ഓർഗനൈസ്ഡ് ആയി കിട്ടിയതിലെ അവർ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് ഫില്ല് ചെയ്യും. അതാണ് ഈ ഒരു ക്രിയേറ്റീവ് ചൈൽഡിന്റെ പ്രത്യേകത. അവരെന്ത് വളരെ പഠിക്കുന്ന കാര്യമാണെങ്കിലും അവരൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അതാണ് ഫാസ്റ്റ്ലി റിയാക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം. വളരെ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടീനെയും ഒരു ക്രിയേറ്റീവ് ആയ ഒരു കുട്ടീനെ നമ്മൾ പെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പറയാം. മീൻസ് രണ്ടിന്റെയും എബിലിറ്റി ഒന്ന് ന്യൂ ഐഡിയാസ് കൊണ്ടുവരും. മറ്റേ കുട്ടി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ട് അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് എലാബറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ ഈ രണ്ട് കുട്ടികളുമാണ് നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഈ രണ്ടിനെയും പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുവാണെങ്കിൽ അത് അവിടെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടീമായിരിക്കും അവര്. പക്ഷെ ഒരിക്കലും ഈ ടാലന്റഡ് ആയ ഹൈ അച്ചീവേഴ്സിനെ ആ ഒരു ഗ്രൂപ്പിലോട്ട് വിടുന്നത് തന്നെയായിരിക്കും നല്ലത്. ക്രിയേറ്റീവ് കുട്ടീന്റെ അടുത്ത് പോയിട്ടോ ഗിഫ്റ്റഡ് ആയ കുട്ടീന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു ഹൈ അച്ചീവേഴ്സിനെ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അവരെ അവിടെ ഇരിക്കണം. പക്ഷെ ഇപ്പൊ സ്ലോ ലേണേഴ്സിങ് ആയ ലേണേഴ്സ് ഉണ്ടാവും, അവര് നമുക്ക് ഹൈ അച്ചീവേഴ്സ് ആയിട്ട് കൊടുക്കാം, ഗ്രൂപ്പാക്കി കൊടുക്കാം. മീൻസ് ആ ഹൈ അച്ചീവേഴ്സിന് സ്ലോ ലേണേഴ്സിനെ പഠിപ്പിച്ചെടുക്കാനുള്ള സ്ട്രാറ്റജി അറിയാം. മീൻസ് അവർ ആ ഒരു സ്റ്റേബിൾനെസ്സിൽ പോകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇനി കോംപ്ലക്സ് ആയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനോ അങ്ങനെയൊന്നും ഉള്ള ഒരു ചാൻസ് ആ ഒരു പാറ്റേണിലല്ല പോകുന്നത്. ചില കുട്ടികളെ കണ്ടാൽ നമുക്കറിയാം അവർ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളാണ്. അതിലൊരു ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവും. മറ്റേ ടീമുകൾ അങ്ങനെയല്ല, എവിടെ കൊണ്ടിട്ടാലും വീണാൽ 4 കളി വീഴുന്ന കുട്ടികളാണ് ഗിഫ്റ്റഡും ക്രിയേറ്റീവും. അപ്പൊ ആ ഒരു കുട്ടികളെ നമുക്കൊരു വേറൊരു സർട്ടൈൻ ഗ്രൂപ്പായിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വളരെ നന്നായിട്ട് അവർക്ക് അത് ലേണിങ്ങിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പക്ഷെ റോട്ട് ലേണിംഗിൽ ഇവിടെ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഒന്നും ലിറ്റിൽ ഓർ നോ റെലവെന്റ് നോളജ്. അവിടെ റോട്ട് ലേണിംഗിൽ ഒരു റെലവെന്റ് ആ നോളജ് നമുക്ക് ആ കുട്ടികളിലേക്ക് കൊടുക്കാനില്ല. അവിടെ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റും ഇല്ല. റോട്ട് ലേണിംഗ് പഠിക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും പരീക്ഷിക്കുന്നൊന്ന് പഠിക്കണം എന്ന് മാത്രമേ ആ കുട്ടിക്ക് ചിന്ത ഉണ്ടാവുള്ളൂ. അതിനോടൊരു സബ്ജക്റ്റിനോടോ അതിനോട് ഒരു ഇമോഷണലായ ഒരു അറ്റാച്ച്മെന്റും
ആ ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പം അവിടെ ഒരു ഫൺ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഇനി ഒരു 10 സ്ലൈഡേ ഉള്ളൂ, വേഗം നമുക്ക് തീർക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മനസ്സിലായി കുട്ടികളൊക്കെ ഇങ്ങനെ വെറൈറ്റി ആണ്, കുറെ ഡിഫറെന്റ് ലേണേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ലേണിംഗ് പ്രൊഫൈൽസ് ഉണ്ട്, ഡിഫറെന്റ് ലെവൽ ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, ഡിഫറെന്റ് എക്സെപ്ഷണൽ ചിൽഡ്രൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ആയ കുട്ടിയുണ്ട്, ഗിഫ്റ്റഡ് ആയ കുട്ടികളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ളതിനെ ഒരിക്കലും നമുക്ക് ഒരേ ഒരു പാറ്റേൺ ഓഫ് ടീച്ചിങ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയ ടീച്ചിങ് സ്ട്രാറ്റജി കൊടുത്തേ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുക? അവർക്ക് ഡിഫറെന്റ് ആയ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി കൊടുക്കാം, പല തരത്തിലുള്ള, ഇപ്പം കൺസെപ്റ്റ് മാപ്പിംഗ് ആണെങ്കിലോ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് കൊടുക്കാം, ക്യൂസ് കൊടുക്കാം, മീൻസ് ക്ലൂ കൊടുത്തിട്ട് പഠിപ്പിക്കാം. ഇൻഡിപെൻഡന്റ് സ്ട്രാറ്റജിക് ലേണേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗിഫ്റ്റഡ് ആയ കുട്ടിക്ക് അവർക്ക് അവരുടേതായ ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്, ക്രിയേറ്റീവ് ആയ കുട്ടി അവർക്ക് അതിൻ്റെതായ ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ തന്നെത്താനെ പഠിക്കട്ടെ, അവർക്ക് അങ്ങനെയാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുള്ള കുട്ടി നിർബന്ധിച്ച് ഇമ്പോസിഷൻ എടുപ്പിച്ച് വലിയ കാര്യമുണ്ടോ? ഇല്ല. സോ ഇൻഡിപെൻഡന്റ് ആയ ലേണിംഗ് സ്ട്രാറ്റജി കൊടുക്കുക, ന്യൂമോണിക്സ് വെച്ചിട്ട് മെമ്മറി ടെക്നിക്സ് വെച്ച് പഠിപ്പിക്കാം. ദെൻ ലേണിംഗ് സ്കീമ, ഈ കുട്ടിയുടെ ലേണിംഗ് സ്കീമ എങ്ങനെയാണ്? ഇതൊരു ഇപ്പം ഹൈ അച്ചീവേഴ്സ് ആണ്, അത് ഒരേ പെർസിസ്റ്റന്റ് ലെവലിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടി, അതെങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പൊ ആ ഒരു ലെവൽ നമുക്ക് അതിന് പറ്റുന്ന ലേണിംഗ് സ്ട്രാറ്റജി കൊടുക്കുക. ഗിഫ്റ്റഡ് ആണെങ്കിൽ അത് ഈ ഒരു ലെവലിലാണ് പഠിക്കുന്നത്, അപ്പൊ അതിന് ഭാഗത്തേണ്ടത് കൊടുക്കാം. അപ്പൊ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന്, കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കുട്ടി ലൈബ്രറി പോയിരിക്കുന്നതോ അടുത്തിന്റെ ചോട്ട് പോയിരിക്കുന്നതോ എന്നല്ല നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് ഈ കുട്ടി തിങ്ക് ചെയ്യുന്നത്, ദ ക്വാളിറ്റി ഓഫ് തോട്ട്സ്, വാട്ട്സ് ദ പ്രോസസിങ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ബ്രെയിൻ, നമ്മൾ അതാണ് നോക്കുന്നത്. ഇനി സ്ട്രാറ്റജി ഇൻസ്ട്രക്ഷൻ, കുട്ടികളിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന്റെ സ്ട്രാറ്റജി എന്ത് വേണം എന്ന് തീരുമാനിക്കുക. എങ്ങനെയാണ് ഒരു കുട്ടിയിലെ നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞ പോലെ കുട്ടിയിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയിൽ ഏതൊക്കെ റിഫ്ലക്ഷൻസ് വരും എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുക. കുട്ടി ആ സർഫസ് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ആംഗിൾ കൊടുക്കുക, ഇൻസിഡൻസ് റേ കൊടുക്കുന്ന പോലെ പറ്റിയ ഓരോ സർഫസിനും ആപ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ദെൻ അതിനനുസരിച്ച് ഇപ്പൊ ടീച്ചിങ് സ്ട്രാറ്റജി ഇങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നു സ്പൂൺ ഫീഡിംഗ് ആണ് എന്റെ ടീച്ചിങ് സ്ട്രാറ്റജി എങ്കിൽ മഗപ്പിംഗ് ആയിരിക്കും അവിടുത്തെ ലേണിംഗ് സ്ട്രാറ്റജി. ഞാനിപ്പോ എന്താ പറയുക ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് എങ്കിൽ ആ കുട്ടി എന്താണ് ഒബ്സർവേഷനും പിന്നെ എന്താണ് കാൽക്കുലേഷൻ ടാബുലേഷൻ ഒക്കെ ആയിരിക്കും അവിടുത്തെ ലേണിംഗ് സ്ട്രാറ്റജി. ഞാൻ ബ്രെയിൻ സ്ട്രോമിംഗ് ആണ് എന്റെ ടീച്ചിങ് സ്ട്രാറ്റജി എങ്കിൽ അവിടെ ബ്രെയിൻ ഇൻഡെപ്ത് ആയിരിക്കുന്ന കൺസെപ്റ്റിന്റെ മിക്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ എന്താണ് ആ കുട്ടിയിൽ നടക്കേണ്ടതെന്നനുസരിച്ച് നമ്മൾ തീരുമാനിക്കാം. ഇനി മെറ്റാകോഗ്നിഷൻ ആൻഡ് സെൽഫ് റെഗുലേഷൻ. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ കൊഗ്നിഷൻ അബൌട്ട് മീൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ്സിംഗ്. ആ ബ്രെയിൻ പ്രോസസ്സിംഗിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ന കൺസെപ്റ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സിനെ പിന്നെ നമ്മൾ മെറ്റാ ലെവൽ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്ത് സെൽഫ് റെഗുലേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറെന്റ് ആയ ടീച്ചിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി അവിടെ നമ്മൾ കണ്ടു. ഇനി മീനിങ് ഫുൾ ലേണിംഗിലോട്ട് നമ്മൾ വരണം. ഇപ്പൊ നമുക്ക് എല്ലാവരും മനസ്സിലായി ചെയ്യുന്നത് മഹാബദ്ധാണ്, സ്പൂൺ ഫീഡിങ്ങും റോട്ട് ലേണിങ്ങും മെമ്മറി ലെവലൊന്നും പോരാ, നമുക്ക് അതൊക്കെ വളരെ ലോ ലെവലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെ നമുക്ക് മീനിങ് ഫുൾ ലേണിംഗ് കൊടുക്കേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? മേക്കിംഗ് കണക്ഷൻസ് കൊടുക്കണം. എന്താണ് ഒരു കണക്ഷൻസ് മീൻസ് പ്രീവിയസ് ആയിട്ട് ഈ കുട്ടിയിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കാലിബ്രേറ്റ് ചെയ്യുക, അതുമായിട്ട് പുതിയ എക്സിസ്റ്റിംഗ് നോളജ് ആയിട്ട് കണക്ഷൻ കൊടുക്കാം. ദെൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, കുട്ടികളിലേക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, അത് മൾട്ടിപ്പിൾ ലെവൽ, റിമെമ്പറിംഗ് മുതൽ ക്രിയേറ്റിവിറ്റി ലെവൽ വരെയുള്ള പല ലെവലുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക കുട്ടികളിലേക്ക്. ദെൻ അപ്ലൈയിങ് നോളജ് ആൻഡ് സ്കിൽസ്, അവർക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെ അപ്ലൈ ചെയ്യാൻ പറയാം. ഇന്ന സെനാരിയോയിൽ ഇങ്ങനെയൊക്കെ വരും, അപ്ലൈ ചെയ്യിക്കുക അവരെ കൊണ്ട്. ദെൻ സോൾവ് പ്രോബ്ലംസ്, എന്നിട്ട് അവരെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യിക്കാം. നമ്മളല്ല ഇതൊന്നും ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മൾ ചെയ്ത് കൊടുത്താൽ അത് സ്പൂൺ ഫീഡിങ് ആയി, അവരെ കൊണ്ട് ചെയ്യിക്കാം. ദെൻ റിഫ്ലക്ട് ദെയർ ലേണിംഗ്, എന്നിട്ട് ഈ പറഞ്ഞ കുട്ടികളെ കൊണ്ട് ഇപ്പൊ 10 കുട്ടികളെ നമ്മൾ ക്ലാസ്സിരിക്കുന്ന ഈ 10 കുട്ടികളെ കൊണ്ട് ഈ പാറ്റേൺ ചെയ്യിക്കാം. അവരെ തോട്ട് പ്രോസസ്സിനെ റിഫ്ലക്ട് ചെയ്യിക്കുക. ഇങ്ങനെ വന്നപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തില്ല, എന്തുകൊണ്ട് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഡബിൾ സർഫസ് ഇന്റഗ്രൽ കൊടുക്കേണ്ടി വന്നു, അങ്ങനെ പല ലെവലിൽ ഇവരെ കൊണ്ട് റിഫ്ലക്ട് ചെയ്യിക്കുക. മീൻസ് ഇവരെ കൊണ്ട് പറയിപ്പിക്കുക, ഇവരുടെ ഐഡിയാസ് എടുക്കുക, ഫീഡ്ബാക്ക് എടുപ്പിക്കുക. ദെൻ കൊലാബറേറ്റ് വിത്ത് അതേഴ്സ്. അങ്ങനെ എല്ലാ കുട്ടികളുടെയും റിഫ്ലക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു, അത്രയും ഡാറ്റ നമ്മുടെ ക്ലാസ്സിൽ വന്നു, അതിനെ കൊലാബറേറ്റ് ചെയ്ത് ഫൈനലായിട്ട് നമുക്ക് ഒരു പാറ്റേണിനോട് നിർത്തുക. അതാണ് മീനിങ് ഫുൾ ലേണിംഗ്. ഈ ഒരു ഡൈനാമിക് ആയ ഒരു ലേണിംഗ് എൻവറോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മീനിങ് ഫുൾ ആയിട്ട് ലേണിംഗ് നടക്കുള്ളൂ. അവിടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലീസിങ് അല്ലെങ്കിൽ ഫൺ ലേണിംഗ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
ദെൻ അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എൻക്വയറി ലേണിംഗ് എന്ന് പറയുന്ന വേറൊന്നും കൂടി ഉണ്ട്. എന്താണ്? ചോദ്യം ചോദിക്കാം. കുട്ടികളിലേക്ക് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക. ദ സ്റ്റുഡന്റ് ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഗിവൺ ഇഷ്യൂ. കുട്ടികൾ ചോദ്യങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കുക. അതിൽ കുട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കാം. ദെൻ അത് വെച്ച് ഡിസ്കസ് ചെയ്യിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾ ഫോർമുലേറ്റ് ചെയ്തു, അതിന് വേണ്ടി വാരിയസ് ആയ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് അതിൽ വെച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ കൊടുത്തു. ഓപ്പൺ ഡിസ്കഷനിൽ നിന്ന് ഒരു കൺക്ലൂഷൻ വന്നു. ആ കൺക്ലൂഷന്റെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള ഫാക്റ്റും കൺസെപ്റ്റുകളും അതിന്റെ ആ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അത് റിമെമ്പർ ലെവൽ മുതൽ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാ ലെവലിലും ഉള്ള റിഫ്ലക്ഷൻസ് നമ്മൾക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ ലേണിംഗ് എന്ന് പറയുന്നത് താഴത്തെ ലെവലിൽ നിൽക്കുന്നതിനും ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് പോകും. ആ ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് പോയി കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ പറഞ്ഞ ലേണിംഗ് എന്ന് പറയുന്നത് റിയൽ ആയ ഒരു മീനിങ് ഫുൾ ലേണിംഗിലോട്ട് പോകും. ഇനി അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലേണിംഗ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വേണേ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്താണ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, സ്പെല്ലിംഗ് വന്നിട്ടോ, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഒക്കെ നമ്മൾ ഇപ്പം ചില ഫ്ലാഷ് കോഴ്സസ് ഒക്കെ ചെയ്യും. എൻട്രൻസ് എക്സാമിനൊക്കെ നമ്മൾ IIT പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമല്ലോ. അതൊക്കെ അവര് പ്രോബ്ലം തന്നെയായിരുന്നു ചെയ്യിക്കുന്നത്. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലത്തിലൂടെയാണ് കാര്യം പഠിപ്പിക്കുന്നത്. ഈ മോർണിംഗ്സ് കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി, കൊലാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ്, ബ്രെയിൻ സ്ട്രോമിംഗ്, ജീനിയസ് അവേഴ്സ്, ഇതൊക്കെ ആണ് പുതിയ ലേണിംഗ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആണ് നമ്മുടെ ഈ പറഞ്ഞ കുട്ടികൾ ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് പോകുന്നത്. അപ്പൊ എന്ത് പറ്റും? അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് വരും. ക്രിട്ടിക്കൽ തിങ്കിങ് വരുമ്പോൾ എന്ത് പറ്റും? അവിടെ പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിന് പറ്റി തിങ്കിങ് വന്നു, ആ തിങ്ക് ചെയ്തു അവരൊരു സൊല്യൂഷനിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ കുട്ടികൾ സയന്റിഫിക് ആയിട്ട് അവിടെ കൺസെപ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്, സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കുന്നത്. ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, അത് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു കോപ്പി പേസ്റ്റ് ചെയ്ത് കുട്ടിയും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും എന്ത് പറയും? എർത്ത് ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞേനെ, അല്ലെങ്കിൽ ഭൂമിയാണ് ഈ സൂര്യന്റെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം നമ്മൾ ഇപ്പോഴും പറഞ്ഞേനെ. പണ്ടത്തെ ടീച്ചേഴ്സ് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അവിടെ ഒരു മെമ്മറി ലെവൽ മാറി തിങ്കിങ് പ്രോസസ് അവിടെ വന്നു തുടങ്ങിയ പിന്നെയാണ് കുട്ടികൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ആളുകൾ പുതിയ ഇൻഫർമേഷൻസ് കണ്ടുപിടിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഗുഡ് വൈബ്സ്. നമ്മുടെ ഈ തോട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു റോട്ട് ലേണിംഗ്, സ്പൂൺ ഫീഡിംഗ് എന്നുള്ളത് കംപ്ലീറ്റ് എടുത്തു കളഞ്ഞ് പുതിയ ഹയർ ലെവൽ ഓഫ് ഹയർ ഓർഡർ തിങ്കിങ്ങിലോട്ട് കുട്ടികളെ കൊണ്ടുവരാം. കുട്ടികളിലേക്ക് അവരുടെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അത് വർക്ക് ചെയ്യിക്കുക. ആ ബ്രെയിന് വർക്ക് ചെയ്യിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമുക്കിനി വേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കിനി കൗൺസിലിംഗ് വേണ്ടി വരും. മീൻസ് ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതും. സോ കുട്ടികൾക്ക് പറയാനുള്ള ഒരു സേഫ് ആയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം അവരുടെ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ടീച്ചേഴ്സ് ഇന്ന് വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു എന്ന് പറയുന്നതിലപ്പുറം ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, അവരുടെ മെന്റേഴ്സ് ആണ്. അപ്പൊ കുട്ടികളുടെ പ്ലെയിനിൽ നിന്ന് അവരിലേക്ക് ഒരാളായി നിൽക്കുന്ന ഒരു ടീച്ചറിനെയാണ് നമുക്ക്, ടീച്ചേഴ്സ് എന്നല്ല, ഒരു സപ്പോർട്ടിങ് ഫാക്ടറിനെയാണ് കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് ആവശ്യമുള്ളത്. മീൻസ് അവർ അത്രയും വലിയ സ്ട്രെസ് ആൻഡ് സ്ട്രഗിളിലൂടെയാണ് അവർ പോകുന്നത്. മീൻസ് എസ്പെഷ്യലി അവർ ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ചൈൽഡ് ആണെങ്കിൽ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അവര് ഭയങ്കര ഇവാലുവേറ്റിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്ത് വിടാനുള്ള ഒരു എബിലിറ്റി ഉള്ള ടീച്ചേഴ്സ് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവരെയും കൂടി നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്തത് ഇതാണ് നമ്മള് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. കുട്ടികൾ ഇങ്ങനെ ഓരോ പ്രോബ്ലം പറയും, അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെന്റേഴ്സിന്റെ ഡ്യൂട്ടി. ഇനി അതും കഴിഞ്ഞു. ലാസ്റ്റ് എന്താ അവിടെ വരുന്നത്? നമ്മൾ അസസ് ചെയ്യുന്നു. എന്ത് അസസ് ചെയ്യുന്നു? കുട്ടികളിൽ പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കൊടുത്ത സ്ട്രാറ്റജി മാറ്റണോ, ഈ കുട്ടിക്ക് ഈ ഒരു പാറ്റേൺ പഠിപ്പിച്ചാൽ മതിയാവൂ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള അനാലിസിസ് ചെയ്യുന്നു. പ്രോപ്പറായി കൗൺസിലിംഗ് കൊടുക്കുന്നു, ഗൈഡൻസ് കൊടുക്കുന്നു. അങ്ങനെ അവസാനം എന്ത് വന്നു? സക്സസ്. കുട്ടീനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് എത്തി. എപ്പോഴും ഞാൻ പറയുന്നത് കുട്ടിയുടെ ലോ ലെവൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ലോ ലെവൽ ക്ലാസ് റൂം ലേണിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഹയർ ഓർഡർ ഇവാലുവേഷൻ പാറ്റേൺ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളിലെ ടീച്ചേഴ്സിന്റെ ഹയർ ഓർഡർ ലേണിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ഹയർ ഓർഡർ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഹയർ ഓർഡർ ലേണിംഗ് ഇവാലുവേഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ.
നമുക്ക് പറയാൻ ഒരു അരമണിക്കൂറിലും കൂടുതൽ എടുത്തു തോന്നുന്നു. എനിവേ മനസ്സിലായി, ഒരു കുറച്ച് സ്പീഡ് ഉണ്ട് എന്നാണെങ്കിൽ ടെക്നിക്കലായ കാര്യം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല മിസ്സേ. മിസ് ഡൗട്ട് ഉണ്ട്. മിസ്സേ, ഇത് ഈ നമ്മുടെ ഈ മൈക്രോസിയോ ഹലോ, ഞാൻ പറയുന്നത് എനിക്ക് മിസ്സിന്റെ മൈക്ക് മുട്ടി. ഇപ്പം മിസ് പറഞ്ഞു ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പം ഹ്യൂമൻസ് ഒരിക്കലും ഒരു സർട്ടൻ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരല്ലോ. അതായത് നമുക്ക് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവും. ചിലപ്പം ഇതിന്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളും ചേരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അതായത് ചിലപ്പോൾ അവര് ഗിഫ്റ്റിന്റെ ബിഹേവിയർ കാണിക്കാൻ ചിലപ്പം ഹൈ അച്ചീവേഴ്സിന്റെ സ്വഭാവം കാണിക്കാതെ ഹ്യൂമൻസ് ആർ ഫ്ലൂയിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ കുറച്ചുകൂടെ ആപ്റ്റ് ആവുന്നത്. അല്ലാതെ നമുക്ക് ഒരു സെറ്റ് ഓഫ് കിഡ്സിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ? താങ്ക് യു. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നില്ല ഒരിക്കലും. ക്ലാസ് റൂം നമ്മൾ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. ഇയാൾ ഗിഫ്റ്റഡ് ആണ്, ഇയാള് ടാലന്റഡ് ആണ്, ഇയാൾ ഹൈ അച്ചീവർ ആണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ആസ് എ ടീച്ചർ നമ്മളൊരു ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ് കുട്ടികളുടെ മുന്നിൽ. അപ്പൊ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടിയാണ്. അപ്പൊ ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയ ഐഡിയാസ് വരുന്നുണ്ട്. ഇപ്പൊ ഹയർ അച്ചീവർ ആയ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഗിഫ്റ്റഡ്നെസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീൻസ് പൂർണ്ണമായിട്ടും നമ്മൾ ആ കുട്ടിയിലേക്ക് ഇപ്പൊ ഗിഫ്റ്റഡ് ആയ കുട്ടീന്റെ തോട്ട് പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കുട്ടീന്റെ തോട്ട് പ്രോസസ്സ് ഒരു പാറ്റേൺ ആണ്. ഇപ്പം ആ ഒരാളിപ്പം ഒരു കുട്ടി ഒരു ഇൻഫർമേഷൻസ് ഒരു ക്ലാസ്സിൽ ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞെങ്കിൽ ഹൈ അച്ചീവർ ആയ ഒരു കുട്ടി മീൻസ് ആ കുട്ടി ഒരു പാറ്റേൺ ഇങ്ങനെ പണ്ട് തൊട്ടേ പഠിച്ച് വരുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് കൺസെപ്റ്റ് അബ്സോർബ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അത് പറ്റിയ സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ മറ്റേ കുട്ടി എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് ഗിഫ്റ്റഡ് ആ ഒരു കുട്ടി ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. മീൻസ് അതിന്റെ വേറെ പല പോസിബിലിറ്റീസ് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, ഇത് പറഞ്ഞത് എത്രത്തോളം ശരിയാണ്, അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷൻസ് ആണ് ആ കുട്ടീനെ തോട്ടിലൂടെ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കുട്ടിയും നമ്മളെ മുമ്പില് രണ്ട് കുട്ടികളാണ്. അവര് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല വാക്കുകൊണ്ട്. നമ്മൾ ഒരിക്കലും ഇന്ന് കുട്ടി ക്രിയേറ്റീവ് ആണെന്ന് ക്ലാസ്സിൽ പോയിട്ട് പറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ആ കുട്ടിയുടെ തോട്ട് പ്രോസസ് ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഈ ഒരു കുട്ടി ഈ ഒരു പാറ്റേണിലാണ് തിങ്ക് ചെയ്യുന്നത്, ഈ ഒരു കുട്ടി വേറൊരു പാറ്റേണിലാണ് തിങ്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഞാനിപ്പം ഗിഫ്റ്റഡ് ആയ ഒരു കുട്ടി എന്ന് പറയുന്നത് ക്ലാസ്സിൽ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റഡ് ആയ കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ 1-2 എണ്ണേ നമുക്കത് ഗിഫ്റ്റഡ് ആയ കുട്ടിയെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഹൈ അച്ചീവേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഗിഫ്റ്റഡ് ആയ കുട്ടിയെ നമുക്ക് ഹൈ അച്ചീവേഴ്സ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. മീൻസ് ഗിഫ്റ്റഡ് ആയ കുട്ടി ഹൈ അച്ചീവർ അല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഗിഫ്റ്റഡ് ആയ കുട്ടി ഹൈ അച്ചീവർ ആവാൻ